ഹലോ ആ, ഹലോ. ഹലോ. എനിക്ക് 3-4 ഡൗട്ട് ഉണ്ട്. നിങ്ങളുടെ ചാനൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. ഉം. ഹലോ, ഞാനൊരു വിശ്വാസിയാണ്. ആ എന്റെ ബ്രദർ യുക്തിവാദത്തിലോട്ട് പോയിട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വിളിക്കോ? ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കാം. ശരി, ഓക്കെ. ഓ ഫ്രീ ആയോ? പറഞ്ഞോളൂ. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. എന്റെ ബ്രദർ യുക്തിവാദിയായിരുന്നു, പക്ഷെ വീണ്ടും അവൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ഉം. അവന് ഭയങ്കര ഇപ്പൊ ലിയാഖത്തിന്റെ ഓരോ വീഡിയോ കാണുമ്പോൾ ശരിക്കും എന്റെ ബ്രദറിനെ ഞാൻ ഓർക്കും. ഉം. കാര്യം എന്റെ ബ്രദർ ഇതുപോലൊക്കെയായിരുന്നു കാര്യങ്ങൾ പറയുന്നത്. ഉം. പക്ഷെ അവൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ ഞാൻ അവനോട് ഉം. ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഉം. നീ എന്തുകൊണ്ട് തിരികെ വന്നു? ഉം. അപ്പൊ അവൻ പറഞ്ഞു, യുക്തിവാദത്തിന്റെ അങ്ങേയറ്റം പോകുമ്പോ ഒന്നും ഞാൻ കാണുന്നില്ല. വാവ്. അതുപോലെ അവര് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് വെറുതെ യുക്തിവാദം പറയുകയാണ്. ആ അതായത് അപ്പൊ നിങ്ങൾ അവരവരുടെ ചോദിച്ച ചോദ്യത്തിൽ ഒരു ഇഷ്ടത്തിനനുസരിച്ച്. ചെറിയ പെശകുണ്ട്. നീ ആ എന്തുകൊണ്ട് യുക്തിവാദിയായി എന്നാണ് ആദ്യം ചോദിക്കേണ്ടത്. ആ അതുകൊണ്ടാണല്ലോ അയാൾക്ക് തിരിച്ചു വരേണ്ടി വന്നത്. അല്ല, യുക്തിവാദിയാണെന്ന് ഇതായത് എന്തുകൊണ്ടാണ് അയാള് അതില് നിങ്ങളെ കുടുംബത്തിൽ മദ്രസയിലൊക്കെ വിട്ട് പഠിപ്പിച്ച് അങ്ങനെ വളർത്തിയൊരു കുട്ടിയല്ലേ? 5ാം ക്ലാസ് വരെ അവൻ മതി. പഠിച്ചിട്ടുണ്ട് 5ാം ക്ലാസ് മദ്രസയില്. വരെ മദ്രസയിൽ പഠിച്ചൊരു കുട്ടി. ദർസില് കുറച്ച് നാള് പോയിട്ടുമുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ആ 5ാം ക്ലാസ് വരെയെങ്കിലും മദ്രസയിൽ പഠിച്ച് മുസ്ലിം ചിട്ടയിൽ വളർത്തപ്പെട്ട ഒരു കുട്ടി എന്തുകൊണ്ട് യുക്തിവാദത്തിലേക്ക് പോയി എന്ന് നിങ്ങൾ അവന് അവനോട് എന്നോട് പറഞ്ഞു, ചോദിച്ചിരുന്നോ? ഞാൻ ചോദിച്ചു. അതൊക്കെ ആ നേരത്തെ ചോദിച്ചിട്ടുള്ള ആ ഒരു അപ്പൊ കാര്യമാണ്. അപ്പൊ എന്താ മറുപടി പറഞ്ഞിരുന്നത്? അന്നേരം പറഞ്ഞത് അടിമ വ്യവസ്ഥ നബി നിർത്തലാക്കിയില്ല. ആ എനിക്കത് അംഗീകരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇസ്ലാം പിന്നെ വിട്ടുന്നാ? പിന്നെ ജൂതന്മാരുടെ പല അല്ല, ഇസ്ലാം വിട്ടു എന്നല്ല. അതെ അതെ. അങ്ങനെയല്ലല്ലോ. ജൂതന്മാരുടെ പല ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ച് ഇസ്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞതും യുക്തിവാദത്തിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞ വേറെ വേറെ കാര്യങ്ങളാണല്ലോ. ഉം, ഉം. ഒന്ന്, നിങ്ങളുടെ ബ്രദർ അങ്ങനെ ഒരു യുക്തിവാദത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാമിനോട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇല്ല. അവൻ ഈ ക്ലബ് ഹൗസിലെ ചർച്ചയും കാര്യങ്ങളും, അവനൊരു യൂട്യൂബർ ആണ്. അപ്പൊ അവൻ ആ ഒരുപാട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആൾക്കാരുമായിട്ട് സംവാദിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉം. അപ്പോഴെല്ലാം എന്റെ മദർ ഇതിനെക്കുറിച്ച് നല്ലപോലെ ക്ലാസ് എടുത്താലും ഇവൻ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇവൻ ഉം. പള്ളിയിൽ പോകത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു ഇതില് അതായത് അവൻ ചടങ്ങിന് ഇസ്ലാം ഉപേക്ഷിച്ച് പുറത്തു പോയ സമയത്ത് ആ ഇവനെ ഇസ്- ശരിക്കും വിമർശിക്കുമായിരുന്നു, മനസ്സിലായി, നബീനെയും ആയിക്കോട്ടെ. അള്ളാനെയൊക്കെ. അപ്പൊ ഇസ്ലാം അങ്ങനെ ഉപേക്ഷിച്ചിട്ട് അതിന്ന് പുറത്തു പോകുന്ന സമയത്ത് ഇസ്ലാം ഉപേക്ഷിക്കാൻ കാരണമായ കുറെ കാര്യങ്ങൾ അവൻ പറഞ്ഞിരുന്നല്ലോ. അത് പറഞ്ഞതാണ്. അതിനൊക്കെ ഒന്നാമത് ഉത്തരം അടിമ കിട്ടിയോ? വ്യവസ്ഥ. അടിമത്തം ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടില്ല. അതിനിപ്പോ അവന് ഉത്തരം നിരോധിച്ചിട്ടില്ല. കിട്ടിയിട്ടുണ്ടോ? അവന് കിട്ടിയിട്ടുണ്ട്. അവൻ എന്തായിരുന്നു പറയുന്നത് ഉത്തരം? ഉം. ബിലാലിന്റെ കാര്യങ്ങള്, അത് പിന്നെ അതിനെക്കുറിച്ച് കൂടുതലും, അതുമല്ല നബി അതിന് ഏ? ഒരുപാട് പിന്നെ എന്താ ബിലാൽ പറയാ, ഒരടിമയല്ലേ? അടിമത്തം എന്ന് പറഞ്ഞ ഒരു സംവിധാനല്ലേ? അവൻ പറയുന്നത് നബി അതിന് എതിരായിട്ട് അടിമകളെ മോചിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ കുറെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചപ്പം മനസ്സിലായി. പക്ഷെ ഇതിപ്പോ അന്നത്തെ കാലത്ത് നിങ്ങൾക്കാണോ അറിയാവുന്നത്, അവനാണോ അറിയാവുന്നത് എന്ത് ഈ കാര്യങ്ങൾ? ഇപ്പൊ എന്നോട് സംസാരിക്കാൻ മീൻസ് ഈ കാര്യങ്ങളിൽ വ്യക്തതയുള്ളത് അവനാണോ കൂടുതൽ വ്യക്തത? അവനാണെങ്കിൽ അവനും അല്ല, കൂടി ഉണ്ടെങ്കിൽ എനിക്ക് സംസാരത്തിൽ അതല്ല ചോദിക്കുക. നല്ലതായിരിക്കും. എനിക്ക് പറയാനുള്ളത് അത് ഞാൻ എന്റെ ബ്രദറിന്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പറഞ്ഞേ ഉള്ളൂ. അപ്പൊ പക്ഷെ രണ്ട് ഇപ്പൊ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ബ്രദറിന്റെ എനിക്ക് കാര്യത്തിലുള്ളത്. ആ ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, ഇസ്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം ദൈവികമല്ല എന്നോ അല്ലെങ്കിൽ ഇസ്ലാമില് നമ്മൾ ഇസ്ലാം അവകാശപ്പെടുന്നത് പോലത്തെ മേന്മകളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കി അതിന് പകരം ഇസ്ലാമിനെ ഒരു മതം എന്നുള്ള രീതിയിൽ നിരാകരിച്ച് മറ്റൊരു ജീവിത പദ്ധതി തെരഞ്ഞെടുത്ത് അങ്ങനെ പോയ ഒരാളായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തിരിച്ചു വന്നു എന്ന് പറയുന്നത് നമ്മൾ ഈ മടി കാരണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പള്ളിക്കത്തെ ഉസ്താദിനോട് ദേഷ്യപ്പെട്ടിട്ടൊക്കെ നിസ്കരിക്കാൻ നടക്കുന്ന ആൾക്കാർ നിസ്കാരം തുടങ്ങിയെന്ന പോലത്തെ ഒരു ചെറിയ സാധനമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഇല്ല, ഇപ്പൊ 5 നേരം നിസ്കരിക്കുകയും അല്ല, ഇപ്പൊ അതാ പറഞ്ഞ തികഞ്ഞൊരു നിസ്കാരം വിശ്വാസിയായിട്ട് ആള് ഒഴിവാക്കുന്നതിന്റെ ഒരു മാറി. കാരണം ഉണ്ടാവും. അപ്പൊ അത് ചിലപ്പം നിസ്കരിക്കാത്തതിന് തല്ലിയ ഉസ്താദിനോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോയപ്പോ പള്ളിയിൽ അടി ഉണ്ടാക്കിയതോ ഉസ്താദ്മാർ ചീത്ത പറഞ്ഞത് മീൻസ് നമ്മൾ ഒരു കാര്യം ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് അറിഞ്ഞു അങ്ങനൊന്നും ഉപേക്ഷിക്കണം. എന്റെ അറിവിലില്ല. ആ അവൻ ഈ അല്ല ക്ലബ് ഹൗസിലെ ചർച്ചയിലൂടെയാണ് അവന് അങ്ങനെ മാറി ചിന്തിച്ചത്. വൈകാരികമായിട്ട് ഇസ്ലാം വിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഉം. തോന്നി അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്നി അന്ന് ഞാൻ ഈ മതത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ യുക്തിവാദിയായിന്നോ അല്ലെങ്കിൽ അയാൾ അങ്ങനെയല്ല, ഇസ്ലാം ഞാൻ ഉപേക്ഷിച്ചെന്നൊന്നും. കുറേ ഇവനോട് അല്ല, അത് വാദിച്ചിട്ടുണ്ട്. തർക്കിക്കോ. ഇപ്പൊ നമുക്ക് പൂർണ്ണ ബോധ്യമില്ലാത്ത കാര്യത്തിലും ആൾക്കാർ തർക്കിക്കുമല്ലോ. അതിലൊന്നും കാര്യമില്ല. അപ്പൊ ഈ തിരിച്ചുവരവ് ഒരു വലിയ എനി അത്ഭുതമാവണമെങ്കിൽ ഇസ്ലാം ആ വിട്ടു ഉപേക്ഷിക്കാനുണ്ടായിട്ടുള്ള കാരണം, അതായത് അതിന് ലാസ്റ്റ് കൃത്യമായിട്ടുള്ള കാരണം ചെല്ലുമ്പോഴത്തേക്ക് ഉണ്ടാവണം. ആ കാരണത്തിന് ഇപ്പോൾ കൃത്യമായ ഉത്തരം കിട്ടിയിരിക്കണം. അടിമത്തം അവന് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അടിമത്തം ഇന്നും ഇസ്ലാമിൽ ഹലാലാണ്. ഓക്കെ. എങ്ങനെ ഇന്ന് ഇന്നും ഹലാലാണോ? ഇസ്ലാമിൽ അടിമത്തം ഹലാലാണ്.
അടിമത്തം അതിനുള്ള ഇസ്ലാമിൽ അതിന് അനുവദിക്കുന്നു എന്ന് അതിനുള്ള പറഞ്ഞുതരാം. പ്രൂഫ് ഉണ്ടോ? പറഞ്ഞുതരാം. ഇസ്ലാമിൽ അടിമത്തമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ച് അത് തെറ്റിദ്ധാരണയായിരുന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടുണ്ട്, ഇസ്ലാമിൽ അടിമത്തം തെറ്റാണ് എന്നൊരു ഒരു 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 അധ്യാപനം, അതാണ് ശരി, ഇസ്ലാമിൽ അടിമത്തം ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഇസ്ലാമിൽ അന്നും ഇന്നും എന്നും ഇസ്ലാം അടിമത്തം അനുവദിക്കുന്നുണ്ട്. ഇപ്പൊ അതെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. അതായത് ഈ നബി ഈ ഒരു മതം കൊണ്ടുവന്നത് കൊണ്ട് പുള്ളി എന്ത് നേടി? പുള്ളിക്ക് രാഷ്ട്രീയ അധികാരമായിരുന്നു ആവശ്യം, അത് നേടി. അത് ഒന്ന് വിശദീകരിച്ച് പറയാമോ? വിശദീകരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് പുള്ളി അനാഥമായിട്ടും മക്കയിലെ അനാഥമായി നടന്ന, സ്വന്തം അമ്മാവൻ പോലും പെണ്ണ് ചോദിച്ചിട്ട് പെണ്ണ് കൊടുക്കാതെ അനാഥനായി നടന്ന മുഹമ്മദ് മക്കയുടെയും മദീനയുടെയും ഉൾപ്പെടുന്ന അറബ് ദേശത്തിന്റെ മുഴുവൻ അധിപനായി, രാജാവായി. എന്ത് രാജാവ്? കുടിലാണ് കഴിഞ്ഞിരുന്നത് എന്നല്ലേ? പല രാജാക്കന്മാർ ആ കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ നിങ്ങൾ ഇറങ്ങി നടന്നാൽ കാണാം പഴയ കൊട്ടാരങ്ങൾ. നമ്മളെ ഈ ഒരു 200-300 കൊല്ലം മുമ്പത്തെ പോലും നബി പാടുപെട്ടിരുന്നു എന്നാണ് അത് നമ്മളെ നാട്ടില് എല്ലാ ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളെ നാട്ടിലെ പല പഴയ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ പോയി നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഒരു 300-400 വഴക്കുള്ള ചില കൊട്ടാരങ്ങളൊക്കെ പോയി കണ്ടാൽ നമ്മളെ നാട്ടില് പണ്ടത്തെ ഒരു തറവാട്ട് വീടിന്റെ അത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പോ അതൊരു 200 കൊല്ലം മുമ്പത്തെ കഥയാണെങ്കിൽ 1500 കൊല്ലം മുൻപ് ഒരു രാജ്യം കെട്ടിപ്പടുക്കുമ്പോഴത്തേക്ക് വലിയ കൊട്ടാരം ഒന്നും ആവില്ലല്ലോ. അത് വെട്ടിപ്പിടിച്ച് തീർന്ന് ഏകദേശം തീരുമാനമായി വന്നപ്പോഴത്തേക്ക് പുള്ളി മരണപ്പെട്ടില്ലേ. കംപ്ലീറ്റ് അധികാരം കയ്യിൽ വരുന്ന സമയം എന്ന് പറഞ്ഞാല് 10 വർഷം കൊണ്ടാണ് 10-90 അക്രമ സംഭവങ്ങൾ നടക്കുന്നത്. ഏറ്റുമുട്ടലുകള്, യുദ്ധം, പുള്ളിനെ ദ്രോഹിച്ചത് കൊണ്ടല്ലേ? സഹി കെട്ടിട്ടല്ലേ തിരിച്ച് ദ്രോഹിക്കാൻ തുടങ്ങിയത്? അല്ല, അധികാരം ആയിരുന്നു ആവശ്യം. ആദ്യത്തെ യുദ്ധം എല്ലാം അങ്ങനെ ഉണ്ടായതാണ്. ആദ്യത്തെ യുദ്ധം ഏതാണ്? ബദറോ? ബദറൊക്കെ കൊള്ളയടിക്കാൻ പോയപ്പോ ഉണ്ടായ യുദ്ധമാണ്. അതിനുള്ള തെളിവ് എന്തുവാ? ബദറിന്റെ ചരിത്രം. നിങ്ങൾ എവിടുന്ന ബദറിന്റെ ചരിത്രം പഠിച്ചത്? ഞാൻ ഹദീസിലൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹദീസിലൂടെ നിങ്ങൾക്ക് എന്താ ബദറിന്റെ ചരിത്രം നിങ്ങൾക്ക് കിട്ടിയില്ല? അപ്പൊ അത് കിട്ടിയിട്ടുണ്ട്. അതിലങ്ങനെ കൊള്ളയടിക്കുന്നതൊന്നും ഇല്ല. പിന്നെ അദ്ദേഹത്തിനെ ഒരുപാട് ദ്രോഹിച്ചു. നിങ്ങൾ പഠിച്ച ഒരു ബദർ എങ്ങനെ ഉണ്ടായത്? അദ്ദേഹത്തിനെ മക്കയിൽ നിന്ന് ഓടിച്ചു. അതായത് മക്കയിൽ നിന്ന് അദ്ദേഹം സഹി കെട്ടിട്ടാണ് അവിടുന്ന് മദീനയിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ട് അവിടെയും വന്ന് ദ്രോഹിച്ചു. അപ്പൊ പ്രതികരിച്ചു. അപ്പൊ ഇത് നുണയാണ്. ഇത് നമ്മളെ പഠിപ്പിച്ച, നമ്മൾ ചെറിയ പ്രായത്തിൽ മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന ഒരു നുണയാണത്. നിങ്ങൾക്ക് ഞാൻ ഇതേ ഇസ്ലാമിക സമൂഹത്തിനിടയിൽ പ്രചാരത്തിലുള്ള ഒരു പുസ്തകം ഒരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ഇതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു. നൂറുൽ യഖീൻ എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ പുസ്തകം. ഞാൻ എന്തുകൊണ്ടാണ് നൂറുൽ യഖീൻ പറയുന്നത് വെച്ചാൽ അത് ചെറിയ വിലക്ക് പെട്ടെന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ ഇസ്ലാമിക ചരിത്രം വളരെ സംഗ്രഹിച്ച് എഴുതിയ ഒരു 250-300 പേജ് താഴെ വരുന്ന ഒരു പുസ്തകമുണ്ട്. അത് ഇസ്ലാമിക് ബുക്ക് സ്റ്റാളുകളിൽ കിട്ടും. നൂറുൽ യഖീൻ. നൂറുൽ യഖീൻ. അതിന്റെ പരിഭാഷ കിട്ടും, മലയാളം പരിഭാഷ കിട്ടും. അത് വാങ്ങി വായിച്ചാല് നമ്മൾ ഈ പറഞ്ഞ മക്കയിൽ നിന്ന് അവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഓടിപ്പോയതല്ല നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ മക്കൾക്ക് അവിടെയും ജീവിക്കാൻ അനുവദിക്കാതെ മുഹമ്മദ് നബിനെ കൊല്ലാൻ വേണ്ടി അബൂജഹലും കൂട്ടരും പടയൊരുങ്ങി വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി 313 ആളെയും കൂട്ടി പോയതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി 313 എത്രയോ ആൾക്കാരെ ദ്രോഹിച്ചിട്ടുണ്ട്, എത്രയോ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബനു ഖുറൈള സംഭവം അറിയോ? ഇല്ല, അറിയില്ല. ബനു ഖുറൈള എന്ന് പറയുന്നത് ഒരു ഗോത്രത്തെ മുഴുവൻ അവരുടെ ഗുഹ്യരോമം പ്രായം പരിഗണിക്കാൻ വേണ്ടി, പ്രായം കണക്കാക്കാൻ വേണ്ടി ഗുഹ്യരോമത്തിന്റെ വളർച്ച പരിശോധിച്ച് പുരുഷത്വ ലക്ഷണം കാണിച്ചിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഒരു ദിവസം ആളുകളിൽ നിന്ന് കഴുത്തറുക്കുന്ന സംഭവമാണത്. അത് മുഹമ്മദ് നബിയും അനുചരന്മാരുമാണ് ചെയ്തത്. ഇതൊന്നും ഖുർആനിലില്ലല്ലോ. ഹദീസിലുണ്ട്. ഹദീസ് ഒന്ന് നമ്പർ പറയോ? നിങ്ങൾ ബനു ഖുറൈള എന്ന് മാത്രം സെർച്ച് ചെയ്യും. പിന്നെ അടുത്ത കാര്യം അത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയൊക്കെ ചെയ്ത ഒരാള് പിന്നെ എന്ത് കാരുണ്യം. ഓക്കെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു നിരക്ഷരനായിരുന്നു, ഒന്നിനെ കുറിച്ച് ഒരു അറിയില്ലായിരുന്നു പുള്ളി. കഥയല്ലേ ഇത്രയൊക്കെ കാര്യങ്ങൾ. ഒന്നിനെ കുറിച്ച് അറിയാത്തൊരു മണ്ടനായിരുന്നു മുഹമ്മദ് നബി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ? അങ്ങനെയല്ല, ഒരു കച്ചവടക്കാരനായിരുന്നു. കച്ചവടക്കാരനാണെങ്കിൽ നല്ല വൈദഗ്ധ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ.
കച്ചവടക്കാരൻ പക്ഷേ എങ്ങനെ മണ്ടനാവുക? ആയിക്കോട്ടെ, ഒരു എന്നാൽ മണ്ടന് ഒരു മണ്ടനെന്ന് ഞാൻ പറയുന്നില്ല, അല്ല മണ്ടന് ഒന്നും ഒരിക്കലും അറിയാത്ത മണ്ടനല്ല, നല്ല ഒന്നും ബുദ്ധിമാനായിരുന്നു. ആ ഒന്നും അറിയാത്ത വൈദഗ്ധ്യം ഇല്ലാത്ത ഒരു സാധാരണക്കാരന് മികച്ച ഒരു കച്ചവടക്കാരനാകാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. ആ കച്ചവടത്തിൽ യുക്തിയുണ്ട്, പക്ഷെ അത് തന്ത്രമുണ്ട്, കച്ചവടം കണക്കുണ്ട്, മാത്രമല്ലല്ലോ. കണക്കുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. കച്ചവടം മാത്രമല്ലല്ലോ ലിയാക്കത്തെ. ഉം. പുള്ളി പറയുന്നത് എല്ലാ കാര്യങ്ങളിലും പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു ന്യായപ്രമാണങ്ങൾ അത് കൊണ്ടുവന്നില്ലേ പലതും പുള്ളി. പൊട്ടത്തെറ്റാണ്. എന്ത് പൊട്ടത്തെറ്റ്? അത് ഇഷ്ടംപോലെ തെറ്റുകളുണ്ട്. അതുപോലെ വേറെ ഒരു മതത്തിൽ ഒരാളും കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ വേറെ ഏതൊക്കെ മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്? മതഗ്രന്ഥങ്ങള് വേറെ രാമായണവും മഹാഭാരതവും ഒക്കെ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ബൈബിള് വായിച്ചിട്ടുണ്ടോ മുഴുവനായിട്ട്? ബൈബിളും വായിച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ടോ? അതില് 100 പ്രാവശ്യം പറയുന്നുണ്ടല്ലോ, പിന്നെ എന്റെ പിന്നാലെ ഒരാള് വരുന്നുണ്ട്, സത്യം അത് കൊണ്ടുവരും. മാത്രല്ലല്ലോ, ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഖുർആനിൽ കണ്ട നന്മയൊന്നും ബൈബിളിൽ കണ്ടില്ല. ഇല്ല, കണ്ടില്ല. ഖുർആനിലുള്ള അത്രയും നന്മ ബൈബിളിൽ നിങ്ങൾ കണ്ടില്ല. കണ്ടില്ല. ഖുർആനില് എല്ലാ കാര്യങ്ങൾക്കും അതിന്റേതായ നിങ്ങൾക്ക് ഞാനൊരു കാര്യകാരണസഹിതമാണ് ചെറിയ പറയുന്നത്. പുസ്തകം സജസ്റ്റ് ചെയ്യാന്നാല് UDHR എന്ന് എഴുതിയാൽ മതി. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടേ നമ്മളെ UN പൊതുസഭ പുറത്തിറക്കിയിട്ടുള്ള ഒരു രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപന രേഖ. പിന്നെ ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ലിയാക്കത്തിന്റെ അഭിപ്രായത്തില് ദൈവം എന്ന് പറയുന്ന ഇല്ലെന്ന് ലിയാക്കത്ത് പറയുന്നു. പക്ഷെ ദൈവം ഇല്ലാതെ എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി? അതൊക്കെ നമുക്ക് ഇസ്ലാമിന്റെ കാര്യം തീരുമാനമായിട്ട് നമുക്ക് അതിലേക്കൊക്കെ പോവാം. അതൊക്കെ നമ്മളെ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ ബുദ്ധിയിൽ ഉണ്ടാവുന്ന സംശയങ്ങൾക്ക് ഉത്തരം നേടുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനമാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ പ്രപഞ്ചം എന്ന് പറയണ്ടല്ലോ, ഈ പ്രപഞ്ചം എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എന്താണ് ഈ പ്രപഞ്ചം എന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയാവുന്ന പ്രപഞ്ചം നിങ്ങൾക്ക് എവിടുന്ന് മനസ്സിലായതാ? ഖുർആനിലുള്ള പ്രപഞ്ചം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? സമാവാത്തും അറുളും അതിന്റെ ഇടയിലുള്ളതും, ആകാശ ഭൂമികൾക്കിടയിലുള്ളത് എന്തോ അതാണ് പ്രപഞ്ചം ഖുർആനെ സംബന്ധിച്ച്. നിങ്ങൾക്കറിയോ ആകാശം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല. ആകാശം ഉണ്ടോ? പിന്നെ ആകാശമില്ലേ? അന്തരീക്ഷമില്ലേ? അന്തരീക്ഷമല്ല ആകാശം. സ്പേസ് ഉണ്ടല്ലോ. ആകാശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഖുറാനിൽ പറഞ്ഞ ആകാശം നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ്. ഖുറാനിൽ പറഞ്ഞ നമ്മളോട് മനുഷ്യന്മാരോട് നോക്കാൻ പറഞ്ഞ ഒരു ആകാശം ഉണ്ട്, ഒന്നാമത്തെ ആകാശം. ആ ആകാശം അദൃശ്യമായ തൂണുകളാൽ ഉയർത്തി നിർത്തിയ മേലാപ്പാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ ഒരു മേലാപ്പ് പോലെ, ഒരു ഡൂം പോലെ ഒരു ആകാശം ഉണ്ടോ? അതിന് അന്തരീക്ഷം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ ആകാശത്തിലാണ് നക്ഷത്രങ്ങളെ വിധാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾ അന്തരീക്ഷത്തിനെ ആകാശം എന്ന് വിളിച്ചാല് ട്രോപ്പോസ്ഫിയർ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതൊക്കെ പറഞ്ഞാല് ഈ പിന്നെ ആകാശം എന്ന് പറഞ്ഞാല് പിന്നെ സൂര്യനൊക്കെ എവിടെ ഉണ്ടാവുക? ഇനി അത്രയും പോണ്ട. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇന്ന് അറിയാം സൂര്യനും ഒരു നക്ഷത്രമാണെന്ന്. അത് അടുത്തായതുകൊണ്ട് നമ്മൾ അതിനെ വേറെ പേരിട്ട് വിളിക്കുന്നേ ഉള്ളൂ, അല്ലേ? അള്ളാഹുവിന് അറിയില്ല അത്? എന്താ പറയാത്ത? ഷംസും ഖമറും പറയുന്നുണ്ടല്ലോ. ഷംസും ഖമറും പിന്നെ മറ്റേതും പറയണ്ടേ, നക്ഷത്രങ്ങൾ വേറെയും പറയണ്ടേ? അതെ, സൂര്യൻ നക്ഷത്രം തന്നെയല്ലേ? ഹലോ, സൂര്യനും നക്ഷത്രമല്ലേ? സൂര്യൻ പ്രഭാതത്തിൽ ഉദിക്കുകയും ചെയ്യുന്നത് പിന്നെ അത് മുഹമ്മദ് നബി വേറെ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. അത് ദുൽഖർനൈൻ പറഞ്ഞു കൊടുത്ത കഥ എന്ന് പറഞ്ഞിട്ട് സഹാബിനെ വിളിച്ചിട്ട് പറയണത്. ഇത്രയും കഥകള് ഒന്ന് ആലോചിച്ച് നോക്കേ, ഇത്രയും കഥകള് മുഹമ്മദ് നബി പറഞ്ഞ എല്ലാ കഥകളും ആ കാലഘട്ടത്തിലോ അതിനു മുൻപോ ലോകത്ത് ഏതെങ്കിലും നാട്ടറിവുകളുടെ ഭാഗമായിരുന്നു. ഇപ്പൊ ലിയാഖത്തിന് 24 മണിക്കൂർ ലിയാഖത്തില് ഈ ഒരു കാര്യം പറഞ്ഞു മാറിയിരിക്കാൻ പറ്റുമോ? ജോലി വേറെ ഇല്ലേ? ആ ജോലി ചെയ്യണ്ടേ? പുള്ളിയാണെങ്കിൽ ഒരു കച്ചവടക്കാരനായിരുന്നു. ആ സമയത്ത് ഈ കഥകളെല്ലാം തിരഞ്ഞു പിടിച്ചിട്ട് ഇങ്ങനെ ഒരു മതം ഉണ്ടാക്കുമായിരുന്നു, അല്ലേ? എന്ത് കഥ? വെളിപാട് ഇപ്പൊ പറഞ്ഞ അബദ്ധങ്ങളെ കുറിച്ച് പറയൂ. ഇത് ദൈവം പറഞ്ഞതല്ലേ. മുഹമ്മദ് നമ്മൾ വെറുതെ വിടുന്നു. ഇതിപ്പോ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ ഗ്രന്ഥം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവിന്റെ വചനങ്ങളെ കുറിച്ചാണ്.
അതുപോലെ അപ്പൊ ഒരു മുഹമ്മദിനെ ഗ്രന്ഥം നിങ്ങൾ വെറുതെ രചിക്കാൻ വിടുവോ? ആരൊക്കെ ഉണ്ടെങ്കിലും പറ്റുമോ? ഏതുപോലെ ഖുറാൻ പോലെ പറഞ്ഞാൽ അതേപോലെ രചിച്ചാൽ ഇനി ഖുറാൻ പോലെ ഒരെണ്ണം ഖുറാൻ പോലെ ഇനി രചിക്കാൻ അടുത്ത ആർക്കെങ്കിലും ഒരു പറ്റുമോ? ഗ്രന്ഥം രചിച്ചാൽ അവനെ പിടിച്ച് ജയിലിലിടും ആൾക്കാര്. അത് ശരി. ഉം ഇങ്ങനെ ഇതല്ല പറയേണ്ടത്. ഖുർആൻ കറക്റ്റ് പോലെ ആയിട്ടുള്ള ഒരു ഒരു ഗ്രന്ഥം ഖുർആനിലുള്ളത് പോലെ എഴുതി വെച്ചതുപോലെ ജീവിച്ചാല് ഇന്നത്തെ കാലത്തും ആ ഇന്നത്തെ ഒരു ഗ്രന്ഥം കാലത്ത് എന്ത് വാല്യുവബിൾ ആണ്. എന്ത് മാതൃകയാണ് നിങ്ങൾ മുഹമ്മദിൽ നിന്ന് നിങ്ങൾ ഇന്ന് കാണുന്ന എന്ത് മാതൃകയുള്ളത് പറയും? ഞാൻ കാണുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ഞാന് പിന്നെ നിങ്ങൾ സ്ത്രീ സ്ത്രീയാണല്ലോ. ശരി, സ്ത്രീകൾക്ക് അന്നിസാഹ് വേണ്ടിയിട്ട്. എന്ന് പറയുന്ന അതിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ നമ്മുടെ പള്ളിയും അന്നിസായില് ജമാഅത്തുകാരും ഖുറാനിലെ സൂറത്ത് അന്നിസായിലാണോ? അതെ, എന്നാ 4:24 ഒരുപാട് എടുക്കും. അവകാശങ്ങൾ 24-ാമത്തെ വചനം അടിക്കും. സൂറത്ത് നിസായിലെ 24-ാമത്തെ വചനം. നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോ നിങ്ങൾക്ക് കിട്ടും. ഇല്ല, കോള് കട്ടാകത്തില്ലേ? ഇല്ല നിങ്ങൾ പിന്നെ ഇത് എടുത്താൽ മതി, ഇല്ല, ക്രോം എടുത്താൽ മതി. അകത്ത് പറഞ്ഞോളൂ. ഞാൻ അതിനകത്ത് എന്താണ് പറയുന്നത്? വായിച്ചുതരാം. ഖുറാൻ 4:24 ഞാൻ ഇപ്പൊ വായിച്ചുതരാം. നമുക്കത് ക്ലിയർ ആയി പറഞ്ഞിട്ട് തന്നെ പോവാം. 4:24 ഇതില് ഖുറാനിലെ അള്ളാഹ് പറയണത് എന്തറിയോ? 4-ാം അധ്യായം അൽ അമീൻ നിസാ. ഉം. 4:24 ഒന്ന് എടുക്കട്ടെ കേട്ടോ. മലയാളത്തിൽ പറഞ്ഞാ പോരെ? മതി. ഖുറാൻ 4:24 പറയണത് എന്തറിയാം? സ്ത്രീകളിൽ നിന്ന് പാതിവത്യം സിദ്ധിച്ചവരും, അതായത് ഭർത്താക്കന്മാരുള്ളവരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ഒഴികെ. എന്തെന്റെ അർത്ഥം? വലങ്കൈ ഉടമപ്പെടുത്തിയെന്ന് വെച്ചാൽ അടിമ സ്ത്രീകളെയാണോ ഉദ്ദേശിച്ചത്? അതായത് മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളെ നിഷിദ്ധമാണ്. മറ്റുള്ളവരുടെ ഭാര്യമാർ, മറ്റുള്ളവരുടെ, അതായത് വലങ്കൈ ഉടമപ്പെടുത്തിയവരുടേത് ഒഴികെ എന്ന് പറഞ്ഞാല്, വലങ്കൈ ഉടമപ്പെടുത്തിയ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഘത്തെ ആക്രമിച്ച് അവിടുന്ന് പിടിച്ചെടുത്ത സ്ത്രീകളിൽ ബന്ദികളാക്കി പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവരുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പോലും അവരെ ഈ ഉടമയ്ക്ക് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഒരു വചനമാണ്. അടിമകൾ, അതായത് അന്നത്തെ കാലത്ത് അടിമകളല്ല, കൂടെ ഉണ്ടായി ഹെൽപ്പ് ചെയ്യുന്ന ലേഡി, അതാണ് വലങ്കൈ ഉടമപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ എന്താണ്? ഭർത്താവ് ഉണ്ടോ ഇല്ലയോന്ന് അതിൽ പറയുന്നില്ലല്ലോ. ഉണ്ടല്ലോ. മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അത് കറക്റ്റ്. നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ഒഴികെ. അതന്നെ അടുത്തത് പറയേ, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ഒഴികെ എന്ന് പറഞ്ഞാൽ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ഭർത്താവ് ഉണ്ടെങ്കിലും നിഷിദ്ധമല്ല എന്നല്ലേ അർത്ഥം? അതിനകത്ത് എഴുതിയിട്ടുണ്ടോ ഭർത്താവ് ഉണ്ടെങ്കിൽ? നിങ്ങൾക്ക് മലയാളം തീരെ അറിയില്ലേ? ഇത് ഒരു സെന്റൻസ്, ഒറ്റ വചനമാണ്. വലങ്കൈ ഉടമപ്പെടുത്തിയവരെന്ന് പറഞ്ഞാല് നമ്മളുടെ അധീനതയില്, നമ്മുടെ എന്താ പറയാ, ജോലിയിൽ നിൽക്കുന്ന, നമ്മുടെ ചെലവിൽ ജീവിക്കുന്ന ഒരു പിന്നെ ജോലിക്കാരി എന്നുള്ള ഭർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ നിഷിദ്ധമാണ്. അങ്ങനെ അതിനകത്ത് എഴുതിയിട്ടില്ല, അങ്ങനെ പറയില്ല. അത് തഫ്സീർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങൾ വരും എഴുതുന്നവരുടെ. ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി? എവിടുന്ന് മനസ്സിലാക്കി? ഖുർആൻ മനസ്സിലാക്കുന്നത് ഇനി ഈ ഖുർആൻ വചനം ഇറങ്ങിയത് ഒരു ഗോത്രത്തെ ആക്രമിച്ച് അവിടുത്തെ സ്ത്രീകളെയും പുരുഷന്മാരെ ചിലരെയും ബന്ദികളാക്കി പിടിച്ചിട്ട് അവരുടെ അണികൾക്കിടയിൽ വിതരണം ചെയ്തപ്പോ അതിൽ ഭർത്തൃമതികളായിട്ടുള്ള ചില സ്ത്രീകൾ ഉള്ളത് കൊണ്ട് അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ചില സഹാബിമാർക്ക് ഒരു വൈമനസ്യം ഉണ്ടായി. അതിനെക്കുറിച്ച് മുഹമ്മദ് നബിയോട് ചോദിച്ചപ്പോൾ ഇറങ്ങിയ ആയത്താണെന്നാണ് ഈ ഖുറാന്റെ അവതരണ കാരണമായിട്ട് ഹദീസിലുള്ളത്. ഇപ്പൊ ഹിന്ദു മതത്തില്
ഓരോ ഹിന്ദു കാര്യങ്ങൾ മതത്തിനെ വിട്ട് പറയുന്നില്ലേ? നമ്മള് ഖുറാൻ ഇപ്പം അള്ളാഹുവിനെ പ്രപഞ്ച ഖുർആൻ തന്നെ സൃഷ്ടാവായ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചാണല്ലോ പറയുന്നത്. പക്ഷേ ഇത് ഇനി ആൾക്കാര് പല ഇനി നിങ്ങൾ രീതിയിൽ പറയും ഒരു പുരുഷന്മാർ, ഇപ്പൊ കാര്യം നിങ്ങൾ കേൾക്കുമ്പോ. സ്ത്രീകളുടെ കേസ് പറഞ്ഞു, ഇതിപ്പോ അടിമ സ്ത്രീകളാണ്, നിങ്ങൾക്ക് അതിൽ റോളില്ല എന്ന് പറഞ്ഞു. ശരി, ഉം. നിങ്ങളെ കുറിച്ച് എന്താ ഖുറാൻ പറഞ്ഞിട്ടുള്ള നമുക്ക് കേൾക്കാം. 4:34 അതേ നിസാ കിട്ടും. നിങ്ങൾ നിസാവ് പറഞ്ഞോണ്ട് ഞാൻ നിസാവ് എടുത്തുന്നേ ഉള്ളൂ. അള്ളാഹു അവരിൽ ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. ഉം. അതായത് അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? പുരുഷന്മാർ സ്ത്രീകളുടെ മേലധികാരികളാകുന്നു. ഉം. അള്ളാഹു അവരെ ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കിയത് കൊണ്ടും പുരുഷന്മാർ അവരുടെ മുതലുകളിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടുമാണിത്. അപ്പോൾ സദ്വൃത്തരായ സ്ത്രീകൾ എന്നാൽ അനുസരണയുള്ളവരാണ്. അള്ളാഹു കാത്തുസൂക്ഷിക്കുന്നത് പ്രകാരം ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ കാത്തുസൂക്ഷിക്കുന്നതെല്ലാം കാത്തുസൂക്ഷിക്കുന്നവരുമായിട്ടുള്ള സ്ത്രീകൾ. ഏത് സ്ത്രീകളെയും അനുസരണക്കേട് നിങ്ങൾ ഭയപ്പെടുന്നുവോ അവരെ നിങ്ങൾ ഉപദേശിക്കുകയും കിടപ്പു സ്ഥാനങ്ങളിൽ നിന്ന് വിടുകയും അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുവിൻ. എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്നതിനാൽ പിന്നെ നിങ്ങൾ അവർക്കെതിരെ ഒരു മാർഗവും തേടരുത്. ഇത് നിങ്ങളെ കുറിച്ചാണ് കേട്ടോ, പണ്ടത്തെ കാലത്തെ അടിമ സ്ത്രീകളെ കുറിച്ചല്ല. ഓക്കെ. ഉം. അതില് കുറെ ഇത് ഭയങ്കര ഓക്കെയാണ് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക്? ഓ, അതില് പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് അന്നത്തെ കാലത്ത് സ്ത്രീകള് എഡ്യൂക്കേഷൻ അന്നത്തെ കാലം കുറവായിരിക്കും. നിങ്ങൾ ആ, ദയവ് ചെയ്തിട്ട് ഖുറാന്റെ കാര്യം പറയുമ്പോൾ അന്നത്തെ അല്ല കാലം ഇന്നത്തെ കാലം എന്ന് അതല്ല, പറയരുത്. ഇന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഉം. സ്ത്രീകൾ എഡ്യൂക്കേഷൻ ആയി, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നത്? കുടുംബജീവിതം ഉണ്ടോ? ആർക്കും ജീവിതം വേണ്ട. നിങ്ങൾ റേഞ്ച് പോകുന്നുണ്ടോ? പെണ്ണുങ്ങൾക്ക് നിങ്ങള് ഇപ്പൊ കേൾക്കാവോ? പൊസിഷൻ മാറ്റോ? ഹലോ, ആ പറയൂ. നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? എല്ലാ കോളും റെക്കോർഡഡ് ആണ്. ഇത് ഇടുവോ? ഇടും. ഉം. പറയേ, നിങ്ങൾക്ക് മനസ്സിലായത് ഇതിടല്ലേ? പറയും. ഇതിടല്ലേ കേട്ടോ. അതും ഇടും. ഇത് അതെന്താ? ആളുകൾക്ക് അറിവുണ്ടാവാനല്ല. നമ്മളിപ്പോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നല്ലല്ലോ സംസാരിക്കുന്നത്. പേഴ്സണലായിട്ട്. പക്ഷെ നിങ്ങള് ഇത് പേരൊന്നും ചാനലിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഇടരുത്. പേരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കും. ഡോണ്ട് വറി. പക്ഷേ എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അത് ആയിക്കോട്ടെ. എനിക്കത് നമുക്ക് താല്പര്യമില്ല. മാത്രല്ലല്ലോ, ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഇത് മനസ്സിലാവണ്ടേ. ആ, പക്ഷെ ഇത് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഉം. സ്ത്രീകൾക്ക് പിന്നെ അധികാരം വരുമ്പോഴത്തേക്ക് പിന്നെ പല അതൊക്കെ പോട്ടെ. ഇത് ആ നോർമൽ ആയിട്ടുള്ള കേസ്. സ്ത്രീകൾ അധികാരം വരുമ്പോൾ അത് ചെയ്യണതും പുരുഷന്മാര് പൈസ ഉണ്ടാകുമ്പോൾ വേറെ തോന്നിയാസം കാണിക്കുന്നത് അതൊക്കെ ഉണ്ടാവും. അതിപ്പോ സ്ത്രീകൾക്ക് മാത്രം പ്രശ്നമൊന്നല്ലല്ലോ, അല്ല, പുരുഷന്മാരും ഇല്ലേ? അങ്ങനല്ല ഇല്ലേ? പറഞ്ഞത്. അല്ല, അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് ഏതെങ്കിലും സ്ത്രീ വ്യക്തികൾ ചെയ്യുന്ന എന്തെങ്കിലും അധാർമിക പ്രവർത്തനങ്ങളെ വെച്ചിട്ടല്ല. ദൈവം എല്ലാ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ രക്ഷാധികാരം. എന്റെ കാഴ്ചപ്പാടിൽ സ്ത്രീകള് ഇപ്പൊ പുരുഷന്റെ മേൽ കുഞ്ഞ് ഞാൻ പറയണേ, സ്ത്രീകൾ എന്ന് പുരുഷന്മാരെ കുറിച്ചാണ് ഇത് പറയുന്നത് കേട്ടോ. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു എന്നാണ് ഖുർആന്റെ പ്രഖ്യാപനം, അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ആ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അത് ദൈവികമായ വിവാഹ ബന്ധം. കൽപ്പനകളുടെ കാര്യത്തിലല്ലാത്ത എല്ലാ കാര്യത്തിലും അനുസരിക്കുന്നവളാണ്. ഉത്തമയായ സ്ത്രീ എന്ന് ഖുർആൻ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആവുമ്പോ പ്രശ്നങ്ങളില്ല, കുടുംബ ബന്ധം ഉണ്ടാവും. എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കും. സ്ത്രീ ഭർത്താവിനെ അനുസരിക്കുകയാണോ ചെയ്യേണ്ടത്, അതോ ഒരു സ്ത്രീ ദാമ്പത്യ ബന്ധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് അത് പറയുന്നത്. ആ, സ്ത്രീക്ക് അല്ല മാത്രം എന്താണ് പുരുഷനും അഡ്ജസ്റ്റ്മെന്റ്? അഡ്ജസ്റ്റ് പക്ഷെ ചെയ്യണം. അതല്ല അത് ഇവിടെ പറയണത്. ഇവിടെ നോക്കൂ, അനുസരണക്കേട് കാണിക്കുമെന്ന് സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് ആശങ്ക തോന്നിയാൽ പുരുഷൻ സ്ത്രീയെ ഉപദേശിക്കുക, അത് കഴിഞ്ഞിട്ട് കിടപ്പറയിൽ നിന്ന് അകറ്റി നിർത്തുക, എന്നിട്ട് ശരിയായില്ലെങ്കിൽ അടിക്കുകയും ചെയ്യുക എന്നാണ്. അടിച്ചു നന്നാക്കാനും മാത്രം അധികാരം ഉള്ള ഒരു ബന്ധമാണോ ശരിക്കും ദാമ്പത്യ ബന്ധത്തിലെ സ്ത്രീ പുരുഷ ബന്ധം? അങ്ങനല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് കൂടുതലും സ്ത്രീകളാണ് എല്ലായിടവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് എന്ന് ഒരു പൊതുവെ സ്ത്രീയായി അറിയുന്നത്. നിങ്ങൾ പറയുന്നത് വളരെ മോശമാണ്. അങ്ങനല്ല, ഞാൻ ഉൾപ്പെടെ പറയാ. നമുക്ക് പല ബലഹീനതകളുണ്ട്. എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല നമ്മുടെ മൂഡ് സ്വിങ്സ് ഒന്നും. അത് പുരുഷനും അങ്ങനെയാണ്. പുരുഷന് മൂഡ് സ്വിംഗ് അല്ലല്ല, ഡെയിലി ഉണ്ട്. ഒരിക്കലും അല്ല. അത് നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല. അറിയാത്തതുകൊണ്ടാണ്. പുരുഷന് ഡെയിലി മൂഡ് സ്വിങ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ ആർത്തവ ചക്രത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ് പോലെ ഹോർമോണൽ ചേഞ്ചസ് അല്ല. അത് ഓരോ ദിവസവും അനുഭവിക്കുന്ന ആളാണ് പുരുഷൻ. അത് നിങ്ങൾക്ക് അറിയില്ല? അതറിയില്ല, ഞാൻ പുതിയ അറിവ്. അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ.
പക്ഷേ ഇത് ഇതൊന്നും ഒരു ഇതില്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. വിവാഹ ബന്ധത്തിലാണേലും ഒരുപാട് ക്രോസ് കാര്യങ്ങൾ ഒരു ക്ലോസും ഇല്ല. പറയുന്നുണ്ട്. ഉണ്ട്. ഇസ്ലാം ഇപ്പൊ സ്ത്രീയെ ഒരു പെണ്ണിനെ പരിഗണിച്ചില്ല. നിങ്ങൾക്ക് ഉപേക്ഷിക്കുവാണെങ്കിൽ പറഞ്ഞുതരാം, ആ നിങ്ങൾക്ക് ഞാൻ പെണ്ണിനെ വീണ്ടും പറഞ്ഞുതരാം. സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വിവാഹം നിൽക്കൂ, കഴിക്കണമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അനുസരണക്കേട് കാണിക്കുമെന്ന് തോന്നിയാൽ നിങ്ങൾ അടിക്കാനാണ് ഖുർആൻ പറയുന്നത്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ അടിച്ചനുസരിപ്പിക്കേണ്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണ് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തർജിമ ചെയ്യുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ തർജ്ജമ ചെയ്യുന്നതല്ല, വളരെ വരുന്നതാണെങ്കിലോ? വളരെ ക്ലിയർ ആയിട്ട് അറബിയിൽ എഴുതി വെച്ചതാണ് തന്നെ. എനിക്ക് അന്നിസാഹ് വായിച്ചിട്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് അതിൽ നബി പറഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പല കാര്യങ്ങളും. വളിരിബൂഹുന്ന എന്നാണ്, അവരെ അടിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് ഖുർആന്റെ വചനം. എന്താണേലും ഇനി ലിയാഖത്തെ ഖുർആനിൽ വേറെ സ്ഥലത്ത് ഇന്ന് ഖുർആനിൽ ഇത്രയും വേറെ കാലം സ്ഥലത്ത് ജീവിച്ചിരുന്ന പറയണത് ആൾക്കാരൊന്നും കൊണ്ടുവരാത്ത ഒരു ഖുർആനിൽ ഒരു വേറെ സ്ഥലത്ത് ആ പറഞ്ഞ എന്താ അറിയോ? സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാകുന്നു, നിങ്ങൾ ഇച്ഛിക്കും വിധം അതിൽ പ്രവേശിച്ചു കൊള്ളുക എന്നാണ്. അത് എല്ലാത്തിലും ഉണ്ടല്ലോ. ഈ പിന്നെ മഹാഭാരതത്തിലും രാമായണത്തിലും എല്ലാം പറയുന്നുണ്ടല്ലോ. അതിനെ അത് കുറിച്ചല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്. സാഹിത്യമായിട്ട് പറയുന്നതല്ലേ? എന്ത് എന്ത് സാഹിത്യമായിട്ട് എന്താ അത്? ഒരു വയലിനോട് ഉപമിച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് സ്ത്രീകൾ കുട്ടികൾ. വയലിനോടാണ് ഉപമിക്കുന്നതെങ്കിൽ പുരുഷനെ എന്തിനോടാ ഉപമിക്കേണ്ടത്? വിത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. എങ്ങനെ അത് ശരിയാവുക? ഉം? അത് ലിയാഖത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോ അത് ശരിയാവത്തില്ല. പക്ഷെ അത് അല്ല, ആരുടെ പിന്നെ കണ്ണിലൂടെ ആണെങ്കിൽ എങ്ങനെ ശരിയാവുക? സാഹിത്യപരമായിട്ട് നോക്കുമ്പോ അത് പുരുഷനെ വിത്തിനോടല്ലേ ഉപമിച്ചിട്ടുള്ളതേ. ആ പുരുഷനെ കർഷകനോടാണ് ഉപമിച്ചത്. വിത്തിനോടാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. വിത്തിനോടാണ് അല്ല, ഉപമിച്ചിരിക്കുന്നത്. കർഷകനോടാണ് ഉപമിച്ചത്. വിത്തിറക്കുന്ന കർഷകനോട്. വിത്ത് വേറെ ഉണ്ട്. ലിയാഖത്തിന് ഇതുപോലൊരു പ്രബന്ധം കൊണ്ടുവരാൻ പറ്റുമോ? ഇതേപോലത്തെ ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞത് ഇതിനേക്കാളും എത്രയോ മികച്ചത്. നമ്മള് ഞാൻ പറഞ്ഞത് ഒരു നിങ്ങൾ യു ഡി കാര്യമുണ്ട്. എച്ച് ആറിന് നോട്ട് ചെയ്ത് വെച്ചോളൂ. വന്നിച്ചില്ലേലും നിന്ദിക്കരുത്. എന്റെ ഒരു ഇതെന്താണെന്നറിയാവോ? ആ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഇല്ലെങ്കിൽ ഇത് വിട്ടുപോകണം. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഏ നിങ്ങൾ ഇതുവരെ വന്ന ഒരു ന്യായ പ്രമാണങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഇത് മറ്റുള്ളവർക്ക് തെറ്റാണ്. ചിരിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങളെ പോലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നത്. ഒരിക്കലും ആർക്ക് അത് ചിരിക്കാൻ? എന്നെ നോക്കി ചിരിക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? അല്ല, ഈ സംഘികളാണേലും മറ്റുള്ളവരാണേലും എന്തെല്ലാം കമന്റുകളാണ് സംഘികൾ അതിന്റെ വെറുതെ താഴെ ചിരിക്കും. വരുന്നത്. സംഘികള് മുജാഹിദ് ആരിഫ് വാസിനെ കണ്ടാലും ഹുസൈനും നിങ്ങൾ കളിക്കും. ആ അതാരൊക്കെ നിങ്ങൾക്ക്? ഞാനിപ്പോ ആരെയൊക്കെ കണ്ട് ഇതുകൊണ്ട് ചിരിക്കുന്നവരൊക്കെ ഇതിപ്പോ ഒരു മോശക്കാരാണോ? ഒരു എനിക്കൊരു ഹിഡൻ അജണ്ടയായിട്ടാ തോന്നുന്നത്. ഇങ്ങനെ ഞാൻ മതത്തിനെ നിങ്ങളോട് ഇങ്ങനെ ഹിഡൻ അജണ്ട ഇല്ല. ഇത് നമ്മളിപ്പോ പ്ലാൻഡ് കോളൊന്നുമല്ലല്ലോ. ഞാൻ നിങ്ങളെ അല്ലല്ല, വിളിക്കാൻ ഏർപ്പിച്ച് നിങ്ങള് വിളിച്ച് അതൊന്നുമില്ല, ഞാൻ ഒരിക്കലും ഇല്ല. അല്ലല്ലോ. ഞാൻ ഇതൊക്കെ കേട്ട് കേട്ട് ഇങ്ങനെയാണ് എനിക്ക് ജീവിതം. ലിയാഖത്ത് എന്താ പറയുന്നതെന്നുള്ളത് ഇങ്ങനെ ഞാൻ എന്റെ ബ്രദർ പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളെ ബ്രദർ അതുകൊണ്ടാണ് ഞാൻ പറയുന്ന പോലെ അല്ലാന്ന് സംസാരിക്കണം. ഇപ്പൊ മനസ്സിലായില്ലേ? പക്ഷേ ഇതൊന്നും ഒരു ന്യായമല്ല ലിയാഖത്ത്. ഇതിനൊക്കെ ന്യായമാണ്. ഒരു അവസാനം എന്തായാലും ഇനി ഞാൻ ദൈവമില്ലാതെ ഈ നിങ്ങൾക്ക് ഞാൻ ഭൂമി പറഞ്ഞത് ഉണ്ടാകത്തില്ല. ഖുറാനിലെ 2:223 നിങ്ങൾ നോട്ട് ചെയ്ത് വായിക്കേണ്ടതാണ്. നിങ്ങൾ ബക്കറയെ വായിച്ചിട്ടുണ്ടെങ്കിൽ സൂറത്ത് ബക്കറയിൽ 2-ാമത്തെ വചനം നിസാക്കും ഉം. ഹർസുല്ലക്കും എന്നാണ്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അതിനാൽ നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ ഇഷ്ടമുള്ള പ്രകാരം നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ മുൻകൂട്ടി ചെയ്യുക, അള്ളാഹുവെ ഭയപ്പെടുക. ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് അത് ഒരു നബി കോപ്പി അടിച്ചതാണോ? ഏ അത് നബി കോപ്പി അടിച്ചതാണോ? ഈ ആയത്തുകളെല്ലാം കോപ്പി അടിച്ചെന്നല്ലേ നിങ്ങൾ പറയുന്നത്? എല്ലാം കോപ്പി അടിച്ചാന്നൊക്കെ ആരാ പറഞ്ഞേ? ആ എന്തിനു കോപ്പി അടിക്കുന്നത്? അല്ല, കോപ്പി അടിച്ചതും ഉണ്ട് അതിനകത്തുനിന്ന്. നിങ്ങളെ പോലെ കോപ്പി ആൾക്കാരെല്ലാം അടിച്ചതും പറയുന്നത് ഉണ്ട് എങ്ങനെയാ? അതിനകത്ത്. കട്ടെടുത്ത് എഴുതിയതും ഉണ്ട്, കഥ മാറ്റി ആ എഴുതിയതുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഉം. ഇസ്ലാമിൽ അത് നിങ്ങൾ എല്ലാം ഉണ്ട്. ഒരു പറയുന്നതല്ലേ? മനുഷ്യൻ ഉണ്ടാക്കുന്ന സാധനത്തില് കോപ്പി അടിച്ചത് അല്ല, അത് നിങ്ങൾ മാത്രമാണെന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞാൽ അത് പറയുന്നതല്ലേ? പക്ഷെ വിവരക്കേടായിരിക്കും. അത് ഇപ്പൊ അത് ഉൽപ്പത്തി എന്താ കഥ പറയാ, ഉണ്ടല്ലോ, അതായത് മനുഷ്യന്റെ ചരിത്രം, മനുഷ്യന്റെ ഇതായത്ത് അതുപോലെ ഈമാൻ ഉള്ളവർക്ക് അത് അങ്ങനെ ഇതൊക്കെ തോന്നത്തില്ല. കണ്ടിട്ട് ഇതൊക്കെ ഭയങ്കര മഹത്തരമായ ദിവ്യമായ എന്തോ സാധനമാണെന്ന് വിചാരിക്കാൻ എനിക്ക് ഓളമൊന്നുമില്ല. ഞാൻ പറയുന്നില്ലേ, ഇസ്ലാമിലെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്ന കുറെ അനാചാരങ്ങൾ അതൊക്കെ ഞാൻ എതിരാണ്. നിങ്ങൾ നിങ്ങൾ പക്ഷേ നിങ്ങൾ ഞാൻ നിങ്ങൾ അള്ളാനെയും ആലോചിക്കൂ. റസൂലിനെയും നിങ്ങളൊരു ഖുർആനെയും ഞാൻ വ്യക്തി എന്നുള്ള വിശ്വസിക്കുന്നുണ്ട്. അർത്ഥത്തിൽ നിങ്ങളുടെ ആ വ്യക്തിത്വത്തിനൊരു നിങ്ങളൊരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലൊരു വില കൽപ്പിക്കുന്നതിന് ഒരു പേഴ്സണൽ ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കൂ. നിങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ഉം. മറ്റൊരാൾക്ക് കൃഷിയിടമായി പരിഗണിച്ച് അവരിഷ്ടപ്പെടുന്നത് പോലെ പ്രവേശിക്കാവുന്ന ഒരു കൃഷിയിടമായിട്ട് നിങ്ങളെ ശരീരത്തെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
അങ്ങനെയല്ല, അത് എന്ത് സാഹിത്യപരമായിട്ടാണ് അത് സാഹിത്യം എഴുതിയിരിക്കുന്നത്. അത് എന്ത് എന്തെല്ലാം സാഹിത്യം രീതിയിൽ ഏത് ഏതെല്ലാം രീതിയിൽ സാഹിത്യപരമായിട്ടും കൃതികള് ഓരോരുത്തരുടെ അല്ല, ഇത് സാഹിത്യം അത് ഒന്നുമല്ല. തന്നെ. ഇതിനകത്ത് ഒരു സാഹിത്യമല്ല. ലിയാഖത്ത് പുറത്തോട്ട് നോക്കി ഇപ്പൊ നടക്കുന്ന എന്തുവാ, ഓരോ പരസ്യത്തിനും കാര്യങ്ങൾക്കും എല്ലാം ബോയ്സിനെയാണോ നിർത്തുന്നത് മോഡലായിട്ട്, ഗേൾസിനെ അത് അല്ലേ ബോയ്സിനെ നിർത്തുന്നേ? നിർത്തുന്നതും ഗേൾസിനെ നിർത്തുന്നതും ഒക്കെ ഉണ്ട്. ആ, അതൊക്കെ നിങ്ങൾക്ക് അപ്പൊ അറിയാത്തോണ്ടാണ്. അതന്നേരം അങ്ങനെ ചെയ്യാൻ പാടില്ല, ബോയ്സിനെ മാത്രമേ ഞാൻ നിർത്താൻ ചോദിച്ചത് പാടുള്ളൂ എന്നൊരു ഞാൻ നിയമം വെച്ചാലോ? പറയുന്നത് നമുക്ക് എന്ത് കാര്യങ്ങളും ചർച്ച ചെയ്യാം. നമ്മളൊരു ഖുർആൻ ആ, വചനത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ വചനത്തിൽ പറയുന്നത് പ്രകാരം അത് മറ്റൊരാൾക്ക് തർജിമ ഇച്ഛിക്കും ചെയ്തിരിക്കുന്ന, വിധം അത് പ്രവേശിക്കാവുന്ന ഒരു അള്ളാഹിക്ക് റസൂലിനെ കൃഷിയിടമായിട്ട് അറിയത്തുള്ളൂ അത് എന്താണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ആ ഈ ഉദ്ദേശിച്ചത് ആൾക്കാര് മലയാളത്തിലോട്ട് തർജിമ ഒരു ചെയ്യുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. പൊസിഷനുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ ഭാഗമായിട്ട് മുഹമ്മദിന്റെ അടുത്ത് പരാതി വന്നപ്പോൾ മുഹമ്മദ് നബി കൊടുത്ത തീർപ്പാണത്. അതിന് തെളിവുണ്ടോ? ആ ഹദീസിലുണ്ട്. ഹദീസുകളെല്ലാം ഒന്നും അതല്ല, ഖുറാനിലില്ലല്ലോ. ഖുർആനിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് വായിച്ചത് നിസാവുക്കും ഹർസുലക്കും എന്ന് പറഞ്ഞത് അത് ഖുറാനാണ്. അതിന് ഞാൻ വായിച്ച ഹദീസ് അല്ല, ഖുറാനാണ്. 2223 കാരണങ്ങളുണ്ടാവും. എന്ത് കാരണം? അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. അങ്ങനെയൊക്കെ സമാധാനിക്കാം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ സമാധാനിക്കാവുന്ന ഇനി ഇസ്ലാമിൽ സ്ത്രീകളെ പരിഗണിച്ചത് കല്യാണം, സംരക്ഷണം എന്നൊക്കെ പറയുമല്ലോ. ഇസ്ലാം സംരക്ഷിച്ച കഥ അറിയണമെങ്കിൽ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മതി. അതിലാണല്ലോ ഇസ്ലാമിന്റെ ഫിഖ്ഹ്, ശരീഅത്ത് നിയമങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതിയിട്ടുള്ളത് ഫിഖ്ഹിലാണ് നിർദ്ധരിച്ച് എഴുതിയിട്ടുള്ളത്. അത് വായിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പിന്നെയും ഇസ്ലാം മഹത്തരാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ 3-4 പേര് ഇസ്ലാമിനെ കീറി മുറിച്ചിട്ട് നാണം കെടുത്താൻ വേണ്ടിട്ട് ഇസ്ലാം നാണം കെട്ട് കിടക്കണം. ഇത് ആൾക്കാർക്ക് ധൈര്യമല്ലെന്നേ ഇതിനെ കീറി മുറിച്ചിട്ടൊന്നും മുന്നോട്ട് പോകാൻ. അല്ല, ഇങ്ങനെ അകമ്പുരുളെന്നും പറഞ്ഞ് വേറൊരാളുണ്ട്. എന്ത് വേണം ഇതിനൊക്കെ? എന്താണ് ഒരു എന്താ അവസാനം? ചെയ്യാനാ ഇത്? ആളുകൾക്ക് ഇത് എന്താ ചെയ്യാൻ നോക്കൂ. നിങ്ങൾ പറയുന്നത് നോക്കൂ. ഇസ്ലാമില് ഇസ്ലാം സ്ത്രീകളെ പരിഗണിച്ചത്, നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത്. ഇസ്ലാം സ്ത്രീകളെ പരിഗണിച്ചിട്ടുള്ളത് പുരുഷന്റെ ലൈംഗികാസ്വാദനത്തിനുള്ള ഒരു വസ്തുവായിട്ട് മാത്രമാണ്. ഇസ്ലാമിലെ ഏത് നിയമങ്ങൾ എടുത്ത് പരിച്ചു, സ്ത്രീ സംബന്ധമായ ഏത് നിയമങ്ങൾ എടുത്താലും അത് പുരുഷനോട് ഈ രീതിയിലാണ് സംസാരിച്ചത്. അത് നിങ്ങൾ ആ ഒരു കണ്ണിലൂടെ കാണുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ഞാൻ അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തിയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ വിവാഹ ബന്ധത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മള് പള്ളികളെ സമീപിക്കുമ്പോ സ്ത്രീകൾക്ക് ഒരു ഇതും കൽപ്പിക്കത്തില്ല. അങ്ങനെ എനിക്ക് പല കാര്യങ്ങളും ഞാൻ അത് നേരത്തെ പറഞ്ഞത്, എനിക്ക് അതിനോട് ദേഷ്യമുണ്ട്. പക്ഷേ ഇസ്ലാം അങ്ങനെയാണ്. അത് ഉസ്താദ്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനല്ല, നബി ഒരുപാട് സ്ത്രീകൾക്ക് ഇത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു പുരുഷന് സ്ത്രീയെ സംരക്ഷിക്കുന്നില്ല, അവൾക്ക് ബന്ധം ഒഴിയാനുള്ള ഒരു ആദ്യമായിട്ട് വിവാഹമോചനത്തിന് സ്ത്രീകൾക്ക് ഇത് കൊടുത്തിരിക്കുന്നത്, അതായത് ഫസ്ക് ചെയ്യാൻ പറ്റും. വേറെയുള്ള മതങ്ങളിൽ അങ്ങനെയല്ല. കാര്യത്തിന് ഫസ്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഫസ്കിനെ കുറിച്ച് അറിയോ? 3 മാസത്തിൽ കൂടുതൽ ചെലവിന് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നോക്കിയില്ല. ഇതാണോ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യയുടെ സ്ഥാനം? ഇതാ ഞാൻ പറഞ്ഞത്. ഭർത്താവ് തന്റെ സുഖാസ്വാദനത്തിന് ഇനി 3 മാസത്തിന് ചെലവിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഫസ്ക് ആവശ്യപ്പെടാം എന്നാണ് നിങ്ങളെ വാദം. അതെ, ഓക്കെ. ഇതൊക്കെ മഹാസംഭവമായിട്ട് കരുതുന്നത് നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സഹതാപമുണ്ട്. അത് പോട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവിന് സുഖാസ്വാദനത്തിന് തടസ്സം നിന്നാൽ നിങ്ങൾക്ക് ചെലവിന് തരൽ ബാധ്യതയില്ലാന്നും ഇതേ ഫിഖയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കേട്ടോ നിങ്ങള്? ഖുർആനിലുണ്ടോ? ഞാൻ ഫിഖഹിന്റെ കാര്യമല്ല ചോദിക്കുന്നത്, ഖുർആനിലുണ്ടോ? അതിനകത്ത് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. എന്ത്? അന്നിസായി തന്നെ പറയുന്നുണ്ട്. എന്ത്? പിന്നെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുകയും സ്ത്രീകൾക്ക് പിന്നെ അങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ. എന്ത്? ഇതൊക്കെ ഖുർആനിൽ നിന്നല്ല ഇതൊന്നും വിശദീകരിക്കുക. ഖുർആന്, ഹദീസ്, ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഫിഖ്ഹി നിയമങ്ങൾ, ശരീഅത്ത് നിയമങ്ങൾ എന്നാണ് ഇതിന് പറയാ. ഈ ശരീഅത്ത് നിയമങ്ങൾ നിർദ്ധരിച്ച് വിശദമായി എഴുതുന്ന ഒരു വിജ്ഞാന ശാഖയാണ് ഫിഖ്ഹ്. ഓക്കെ, നിങ്ങൾ പറയുന്നത് ഈ ഫിഖ്ഹ് അനുസരിച്ചിട്ട് ഞാൻ എഴുതി വെച്ച നമ്മുടെ നാട്ടിൽ കുട്ടികളെ ഇപ്പോഴും പഠിപ്പിക്കുന്ന കാര്യമാണ്. എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം, ഈ പിന്നെ ബുദ്ധിശാലിയായിരുന്നു നബി എന്ന് നിങ്ങൾ പറയുന്നത്, തന്ത്രശാലിയായിരുന്നു നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഓക്കെ. പക്ഷേ പിന്നെ നബി അതുകൊണ്ട് എന്ത് നേടി എന്നുള്ളതാണ് എനിക്കറിയാം. നബി ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ജീവിച്ചിരിക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിൽ നേടാവുന്നതൊക്കെ മുഹമ്മദ് നബി നേടി. ഒരിക്കലും മക്കയിലെ 13 കൊല്ലമല്ല, മദീനയിലെ 10 കൊല്ലം. മക്കയിലെ 13 കൊല്ലം എന്ത് നേടിയില്ല? എന്തുകൊണ്ട് നേടിയില്ല? അതിപ്പോ നമ്മള് ഫ്രം ദ സ്ക്രാച്ച് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ
ഇറങ്ങി തിരിക്കുന്ന ഖദീജ ഒരാളെ ബീവിയുടെ സംബന്ധിച്ച് സ്റ്റോറി അറിയാവോ? ഖദീജ അറിയാം. ബീവി ധനികയായിരുന്നു. പിന്നെ ഖദീജ ബീവിയുടെ സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടിയാണ് വിനിയോഗിച്ചത്. അല്ല അല്ലേ? അല്ല. പിന്നെ എന്ന മുഹമ്മദ് നബി സമ്പത്ത് എന്താണ് ഖദീജ ബിയുടെ സമ്പത്ത് കൊണ്ട് മക്കയിൽ എന്തായിരുന്നു കാര്യം? ഖദീജ ബീവിയുടെ സ്വത്തുക്കള് പിന്നെ എവിടെ പോയി? അത് നിങ്ങളൊന്ന് പറയ്. നിങ്ങൾ പറയും. അത് ഇസ്ലാമിന് വേണ്ടിയിട്ട് നബി മക്കയില് മുഹമ്മദ് നബി ഖദീജ ബിയുടെ സമ്പത്ത് കൊണ്ട് എന്താണ് ചെലവഴിച്ചത്? ഇസ്ലാമിൽ എന്താ ചെലവ്? അനാഥകളെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പലർക്കും ഉപകാരങ്ങൾ ചെയ്തിട്ടില്ലേ? ഉണ്ട്. എന്തിനു വേണ്ടിട്ടായിരുന്നു? ഇപ്പൊ നമ്മളെ നാട്ടിലെ സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ വീട് വിറ്റ ആൾക്കാർ നിങ്ങൾക്ക് അറിയില്ലേ? ആ നൂറ്റാണ്ടിലെ എന്ത് സിനിമയാണ്. അപ്പൊ അതാ പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു കാര്യത്തിൽ ലക്ഷ്യം വെക്കുമ്പോ മുഹമ്മദ് ഈ ഇസ്ലാം എന്ന് പറയുന്ന അല്ലെങ്കിൽ മക്കയുടെയും മദീനയുടെയും ഒക്കെ അധിപനായി രാജാവായി വരണം എന്ന് സ്വപ്നം കണ്ട ഒരു സഹോദരിയാണ് ഖദീജ. അപ്പൊ സ്വാഭാവികമായിട്ട് ചെലവഴിക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെലവഴിച്ചത് എന്തിനു വേണ്ടിട്ടായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത്? ശരിക്കും ഇസ്ലാം മതം എന്തോ പഠിപ്പിക്കുന്നത് അതുകൂടെ ഒന്ന് പറയും. ഇസ്ലാം മതം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം രണ്ടു തരം ഉണ്ടെന്ന്. 2 തരം മനുഷ്യന്മാരുണ്ട് എന്നാണ് ഖുർആൻ പ്രാഥമികമായിട്ട് പഠിപ്പിക്കുന്നത്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും. മനുഷ്യരെ എല്ലാ തരത്തിലും പ്രാഥമികമായിട്ട് 2ആയി വിഭജിച്ച് മുസ്ലിം എന്നും അമുസ്ലിം എന്നും വേർതിരിവുണ്ടാക്കി വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം മാത്രമാണ് ഇസ്ലാം. അത് നിങ്ങളുടെ അത് രാഷ്ട്രീയമായിട്ടുള്ള അധികാരത്തിന് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെയാണ്. അനാഥകളെ സംരക്ഷിക്കാൻ പറയുന്നുണ്ട്. അനാഥകളെ സംരക്ഷിക്കാൻ പഠിപ്പിക്കുന്ന മതം അത് ഇസ്ലാം ആദ്യമായിട്ട് പഠിപ്പിച്ച സാധനമൊന്നും ഒരു പുണ്യൊന്നും അല്ല. മുഹമ്മദ് നബി അനാഥനായിരുന്നു. അല്ല, നിങ്ങൾ ഈ പറയണ്ടല്ലോ ജാഹിലുകൾന്ന്. ഇരുണ്ട നൂറ്റാണ്ടായിരുന്ന അറേബ്യയിലാണ് മുഹമ്മദ് വാപ്പിയും ഇല്ലാതെ ജീവിച്ചത് അല്ലേ? അതെ. അനാഥകളെ സംരക്ഷിക്കുന്ന സംസ്കാരം ഉള്ളതുകൊണ്ടല്ലേ? മറ്റുള്ളവരാണോ സംരക്ഷിച്ചത്? അദ്ദേഹത്തിന്റെ ബന്ധുക്കളല്ലേ പിന്നെ സംരക്ഷിച്ചത്? ഞാൻ ചോദിക്കുന്നത്, ബന്ധുക്കൾ പറഞ്ഞ വാപ്പി ഉമ്മയല്ലല്ലോ, വല്യപ്പയും മരണപ്പെട്ടു. പക്ഷെ അവര് അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉള്ള ആൾക്കാരായിരുന്നു. അബ്ദുള്ളയോ? എന്തായിരുന്നു? ബിസിനസ് സമ്പത്ത്. അബ്ദുൽ മുത്തലിബ് ഗോത്ര തലവനല്ലായിരുന്നോ? ഒന്നും ഉണ്ടായില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ കഥകൾ അറിയാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ അനാഥകളെ സംരക്ഷിക്കണം എന്ന് ഉമ്മയോടുള്ള സ്നേഹം, ഇപ്പോ ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചുപോയ ഒരാളെ സംബന്ധിച്ച് ഉമ്മയോടുള്ള സെന്റിമെന്റ്സ് കുറച്ച് കൂടുതൽ പറയും. അത് സ്വാഭാവികമാണ്. അനാഥനായി ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ച് അനാഥത്വം ഒരു വലിയ വിങ്ങലായിരിക്കും എപ്പോഴും. അതിലെ നന്മകൾ കാണാതെ ഞാൻ പറഞ്ഞത് ആ മുഹമ്മദ് എന്തിനാ ദത്ത് നിരോധിച്ചത്? ഒരിക്കലും ദത്തെടുക്കുന്ന കുട്ടി ഇതാകണമെന്നില്ല. സ്വന്തം കുട്ടിയെ പോലെ ആകുമോ? സ്വന്തം കുട്ടിയെ പോലെ ആകത്തില്ല. പിന്നെ അവരെ സംരക്ഷിക്കാം നമുക്ക്. അത് ഇപ്പോഴും ഉണ്ടല്ലോ ഇന്ത്യയിൽ. ഇപ്പൊ ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് എനിക്ക് അറിവില്ല. സ്വന്തം വളർത്തു മകന്റെ ഭാര്യയായിരുന്ന സ്ത്രീയെ കല്യാണം കഴിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോ ആ നാട്ടിലുണ്ടായിരുന്ന കൾച്ചർ അനുസരിച്ചിട്ട് അത് ലിയാഖത്ത് ആ കാലത്ത് ഉണ്ടായിരുന്നോ? എഴുതി വെച്ചതിനല്ലേ നമ്മൾ ചരിത്രം എഴുതി വെച്ചതാ. ഞാൻ പറയട്ടെ, ഖുറാനിലുള്ളതാട്ടോ. അത് ഖുറാനിലല്ലാന്ന് പറയുന്നത്. ഒരു കാര്യം പറയട്ടെ, ഞാനിങ്ങനെ കേട്ടു ഈ അടുത്ത് ഞാനൊരു കേട്ടതാണ്. രാമായണം പല നാടുകളിൽ പല കഥകളിലാണെന്ന്. ഒരിടത്ത് മുസ്ലിമാണ് രാമൻ, ഒരിടത്ത് ഹിന്ദു ആണ്, വേറെ വേറെ രീതികളിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ആയിക്കൂടെ? ആൾക്കാർ പറയുമ്പോഴത്തേക്ക് മാറ്റി പല ആൾക്കാരിലെത്തുമ്പോ. ഈ കഥ ഖുറാനിലുള്ളതാണ്. ഏത് സൂറത്താണ്? അഹ്സാബ് 33-ാമത്തെ അധ്യായം. വിശദമായിട്ട് അതൊക്കെ ഒന്ന് വായിക്കൂ. ഞാൻ പറഞ്ഞ 2-3 ഖുറാൻ വചനങ്ങളൊന്ന് വായിക്കൂ. എന്ത് തന്നെയാണെങ്കിലും ഇസ്ലാം ഒരുപാട് നന്മകളും ഒരുപാട് കാര്യങ്ങളും ഇന്നത്തെ കാലത്താണേലും അത് നല്ലപോലെ തിളങ്ങുന്നുണ്ട്. അത് മനുഷ്യന് ആവശ്യമുള്ളത്. നിങ്ങൾക്കറിയാമോ വീരപ്പന്റെ പേര് ക്ഷേത്രമുണ്ട്? എന്തുകൊണ്ടാ? വീരപ്പൻ ഒരുപാട് കൊള്ളക്കാരനായിരുന്നു. അതുപോലെയാണോ മുഹമ്മദ് നബി? മുഹമ്മദ് നബിയും കൊള്ള ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബി എന്ത് കൊള്ള ചെയ്തിട്ടുണ്ട്? ഇഷ്ടം പോലെ കൊള്ളയടിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ദ്രോഹിക്കുമ്പോ തിരിച്ച് ദ്രോഹിക്കുന്നതാണ്. യുദ്ധം ചെയ്തതാണോ?
കൊള്ളയൊന്നും അടിക്കത്തില്ല. കൊള്ള കൊള്ള അടിച്ചിട്ടുണ്ട്. അടിച്ചിട്ടില്ല. ഹുംസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഹുംസ്. നിങ്ങൾ ഒന്നും കൂടെ ഈ ചരിത്രം എല്ലാം ഒന്ന് അഞ്ചിലൊന്ന് പരിശോധിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. നിങ്ങളിത് വായിക്കണം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഖുർആനും ഹദീസും ഫിഖ്ഹും അതിൽ സ്ത്രീകളുടെ പൊസിഷൻ എന്താണ്, ഇസ്ലാം എങ്ങനെയാ സ്ത്രീകളെ പരിഗണിക്കുന്നത്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ഈ മതത്തിൽ തൃപ്തയാണ്. ഞാൻ ഇതില് എനിക്ക് എന്താ പറയാ, അത് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഞാൻ അതിന് ഞാൻ ഒരിക്കലും പറയുമ്പോൾ എന്റെ നിങ്ങളെ ഈമാന് അപമാനിക്കുന്ന പോകത്തില്ല. വാക്കാൽ പോകുന്നതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. അതല്ല, എന്റെ ഈമാന് പൊട്ടക്കുളത്തിലെ തവളാന്ന്, പൊട്ടക്കിണറ്റിലെ തവളാന്ന് പറയില്ലേ, ആയിക്കോട്ടെ. ആ ഒരു സിറ്റുവേഷൻ ആണത്. പക്ഷെ നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. അല്ലെങ്കിൽ ഒരു കാര്യം മുൻവിധികളില്ലാതെ പഠിക്കാൻ മാത്രമേ ഇത് ഞാനൊന്ന് മനസ്സിലാവൂ. ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ലിയാഖത്ത് എങ്ങനെ, പിന്നെ ഈ ഭൂമി എങ്ങനെ ഉണ്ടായി? ലിയാഖത്ത് ഈ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ലിയാഖത്തിന്റെ അടുത്ത പ്രയാണം എങ്ങോട്ടായിരിക്കും? അതൊക്കെ നമുക്ക് സംസാരിക്കാം. നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്ന മനുഷ്യരും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ സംസാരിക്കാം. ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, നിസ്കരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നു. അവസാനത്തെ കുറിച്ചും ഒരു ആകുലതയുമാണ്. സൂര്യൻ ഉദിക്കുന്നു, വൈകുന്നേരം പിന്നെ അസ്തമിക്കുന്നു. അതുപോലെ ഓരോ ദിവസം നമ്മൾ അതുപോലെ അതല്ലേ നിസ്കാരവും കാര്യങ്ങളും അതെല്ലാം ആവശ്യമുള്ളതാണ്. ഇത് ഉപേക്ഷിക്കുന്നവർക്കാണ് മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് പല രീതികളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വഭാവങ്ങൾ മാറി മാറി വരും. ഇപ്പൊ നമ്മൾ നിസ്കാരവും ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് എപ്പോഴും നല്ല ഇതായിട്ടിരിക്കും. അതായത് ഒരു ധാരണയാണ്. ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് പള്ളി ദർസുകളുടെ തട്ടുംപുറത്താണ്. നിങ്ങൾക്കറിയാം. അത് നോക്കണ്ട. അത് വീടുകളില് കുരുത്തക്കേട് കാണിക്കുന്നവരെയാണ് പണ്ട് മുതൽ നിറച്ച് കൊണ്ടുപോയി ചേർക്കുന്നത്. അങ്ങനെയുള്ളവര് അങ്ങനെയുള്ളവര് ഉണ്ട്, നല്ലവരും ഉണ്ട്, എത്രയോ. അല്ല, നിങ്ങൾ പറഞ്ഞത് നമസ്കാരം കൊണ്ട് മനുഷ്യൻ നന്നാവുന്നൊക്കെ പറഞ്ഞാലേ നിസ്കരിക്കാൻ വേണ്ടി മാത്രം കെട്ടിണ്ടാക്കിയ പള്ളിന്റെ ഉള്ളിലുള്ള മനുഷ്യന്മാർ നന്നാവണ്ടേ? എല്ലാവർക്കും ഹിദായത്ത് പറയുന്നത് കിട്ടത്തില്ല. അപ്പം ഒരാള് നല്ല മനുഷ്യനാവണമെങ്കിൽ നിസ്കരിക്കണം എന്നുള്ള നിബന്ധനയൊന്നുമില്ല. എനിക്ക് ഇതേ പറയാനുള്ള ഒരു എല്ലായിടത്തും നല്ലവരും സഹോദരനോട് എന്നുള്ള രീതിയിൽ ഞാൻ പോലെ പറയാണ്. ഒരു ഗുണകാംക്ഷയിൽ പറയാണ്. എന്റെ മതനിരാസത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് സ്ത്രീവിരുദ്ധമായ മതനിയമങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഒരു സഹോദരി എന്നുള്ള സ്നേഹത്തിൽ പറയാണ്, നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മൾ ചെറിയ പ്രായത്തിൽ മനസ്സ് അങ്ങനെ ഒരു ഭയത്തിൽ പാകപ്പെടുത്തിയെടുത്തതാണ്. നമുക്ക് അതിനെതിരെ സംസാരിക്കാനോ ചിന്തിക്കാനോ പേടിയുണ്ടാവും. അത് പറയുമ്പോഴാണ് ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോ ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ഭയമായിരുന്നു. ഒരു വലിയൊരു പക്ഷെ ഇപ്പല്ല. പക്ഷെ ഖുർആനില് 100 വട്ടം പറയുന്നുണ്ട് പരമകാരുണികനും കരുണാനിധിയുമാണ്, നമ്മളെ ക്ഷമിച്ചു തരും തെറ്റുകൾ ചെയ്യുമ്പോൾ. അതാണ് ഖുർആനിലെ ഏറ്റവും വലിയ നുണയാണ് ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീമായ അല്ലാഹ് എന്നുള്ളത്. അങ്ങനെ ഒരു ദൈവമേ ഇല്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ പശ്ചാത്താപം ചെയ്യുമ്പോഴത്തേക്കും അത് ക്ഷമിക്കുന്നുണ്ട്. പടച്ചവൻ ക്ഷമിക്കും, പാപമോചനം തരുമല്ലോ. അത് നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് അറിയാം. നമുക്കൊരു ഇത് പറ്റുവാണെങ്കിൽ നിങ്ങൾ പടച്ചവനെ പ്രാർത്ഥിക്കുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ അടുത്തുള്ള ഒരു പിന്നെ ഫർണിച്ചർ കടയിൽ നിന്ന് ഒരു കസേര വാങ്ങിയിട്ട് അതിനോട് പ്രാർത്ഥിച്ചാലും ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഇതേ ഫലം കിട്ടും, ഞാൻ ഗ്യാരണ്ടി. നമ്മളെ നിങ്ങൾ പടച്ചവനെ പ്രാർത്ഥിക്കുന്നതിന് പകരം അതാ ഞാൻ പറഞ്ഞത്, അത് പടച്ചവൻ തന്നെ വേണമെന്നില്ല. ഒരു സന്തോഷം വേറെ ഒന്നുമില്ല. ഒന്നുമില്ലായ്മയിലോട്ട് നിങ്ങൾ ഈ യുക്തിവാദം ചൂണ്ടുന്ന എന്തുവാ? ഒന്നുമില്ലായ്മയിലേക്കാണ്. ഒന്നുമില്ലായ്മയിലേക്കല്ല ജീവിതത്തിൽ കാണിക്കാം, എന്തും ചെയ്യാം. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ നമ്മൾ അവസാനത്തെ അടവാണ്. അതല്ല ഞാൻ പറഞ്ഞത്. യുക്തിവാദം ചൂണ്ടുന്നതും ക്ഷണിക്കുന്നതും യാഥാർത്ഥ്യ ബോധത്തിലേക്കാണ്. കാര്യങ്ങളെ വസ്തുതാപരമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങളോട് പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാണ്. നിങ്ങളൊരു കസേര മേടിക്കുക. ആ കസേരയെ നിങ്ങൾ പിന്നെ വിശ്വസിച്ച് ആരാധിച്ചാൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അതേ ഫലം കിട്ടും. അതിനേക്കാൾ കൂടുതൽ മനസ്സമാധാനം കിട്ടും. നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. ഒരു 6 മാസങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. ലിയാഖത്ത് തന്നെ അങ്ങോട്ട് പിന്നെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്ക് എനിക്ക് എന്തായാലും ഒരു റബ്ബുണ്ട്. അത് ചെറിയ പ്രായത്തിൽ കേറി കൂടിയ പേടിയാണ്. ഒരുപാട് കാലം പേടി. പേടിയൊന്നുമല്ല, എനിക്ക് സ്നേഹമാണ്. പേടിയില്ലേ? ഞാൻ തെറ്റുകയാണെങ്കിൽ പേടിച്ചാ പോലെ. നരകത്തെ കുറിച്ച് നിങ്ങൾക്ക് പേടിയുണ്ടോ? മരണം കഴിഞ്ഞാൽ നരകം ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഇല്ലേ? ഭയപ്പെടുന്നുണ്ട്. ആ ഭയമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം, വേറൊന്നുമില്ല.
ആ ഇനി അത് അത് പറഞ്ഞു ചെറിയ വരുന്നത് ആണ്, അതാണ് സത്യം. അതും തന്ത്രശാലിയുടെ തന്ത്രമായിരിക്കും അല്ലേ? അല്ല, ഇനി അതായിരിക്കും പറഞ്ഞു അതാണ് വരുന്നത്. സത്യം, അതാണ് സത്യം പരമാർത്ഥം. ഒരിക്കൽ അല്ലല്ല. അതല്ലാത്തതൊന്നും ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ഉപയോഗിക്കപ്പെടുന്ന നിങ്ങൾ ടൂളുകളിൽ യുക്തിവാദികൾ എല്ലാവരും ഒരേ കൂടെ ഒരെണ്ണം ചേർന്നിട്ട് അതാണ്, കാര്യം ചെയ്യ്. മരണഭയമാണ്. യുക്തിവാദികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കാര്യം ചെയ്യ്. ഈ മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന 10 കാര്യങ്ങളെങ്കിലും ചെയ്യ്. ഞാൻ അതാ പറഞ്ഞത്, മുഹമ്മദ് നബി ചെയ്ത 10 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഇതിനെ ഞാൻ നിങ്ങളോട് വിമർശിക്കാൻ നടക്കും. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നന്മ പറയാം, നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ആ നിങ്ങൾ കാണുന്ന എല്ലാ മനുഷ്യരും ജാതി, മതം, വർഗം, വർണ്ണം, ദേശം, ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും എന്റെ സഹജീവികളാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് അങ്ങനെയാണല്ലോ നബി അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. പഠിപ്പിച്ചിട്ടില്ല. ആ അത് ശരി. അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നബി അന്ന് ജൂതന്മാരുമായിട്ടും പിന്നെ ഇന്നമൽ ക്രിസ്ത്യാനികളുമായിട്ട് മുസ്ലിമൂന, ദ്രോഹിച്ചവരെ മാത്രമാണ് ഇന്നമൽ മുസ്ലിമൂനെയാണ് നബീനെ ദ്രോഹിച്ചവരെ സഹോദരൻ. മാത്രമാണ് പറയുന്നത്. അല്ല, അല്ലാതെ നബി എത്രയോ ജൂതന്മാരുമായിട്ട് കച്ചവടവും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അവിശ്വാസികൾ മുഴുവൻ, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാത്തവർ മുഴുവൻ, അവിശ്വാസിയല്ല മുശ്രിക്കുകൾ എന്നല്ലേ പറയുന്നത്. അല്ലല്ല, കാഫിർ മുശ്രിക്കുകൾ എന്നാണ് കാഫിറും പറയുന്നത്. മുശ്രിക്കും വേറെയാണ്. അല്ലാതെ എല്ലാ അവിശ്വാസികളെയും എല്ലാ ദ്രോഹിക്കാനാണ് പറയുന്നത്. വിശ്വാസികളെയും അപ്പൊ പിന്നെ വേറെ കുറെ കഥകൾ എല്ലാ നമ്മുടെ വിശ്വാസികളെ ഉപ്പാപ്പന്മാരൊക്കെ കുറിച്ചും പറഞ്ഞ് ഞാൻ വളരെ കേട്ടിട്ടുണ്ട്. മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് ഖുർആനിൽ. ഉപ്പാപ്പന്മാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ജൂത സ്ത്രീ ആണെങ്കിൽ വിറക് ചുമന്ന് ക്ഷീണിച്ചു വരുമ്പോ നബി ആ സ്ത്രീക്ക് ഞങ്ങൾക്ക് പറയാൻ അങ്ങനെയുള്ള ഒരുപാട് പ്രദേശം എവിടെയാ? കഥകളുണ്ടല്ലോ. നിങ്ങളെ പ്രദേശം എവിടെയാ? കോഴിക്കോട്. ഏകദേശം കോഴിക്കോടാണ്. നമ്മൾ കോഴിക്കോടാണെങ്കിൽ നമ്മുടെ നാട്ടും പുറത്തൊക്കെ ദേഷ്യം വിളിക്കുമ്പോ കുട്ടികളെ വിളിക്കുന്ന എടാ നസറാണി എന്ന് വിളിക്കുന്നു. അത് നോക്കണ്ട. അത് ഈ ഞാൻ പറയട്ടെ, മുഹമ്മദ് നബി പറയുന്നത് പോലെ എല്ലാം പ്രവർത്തിച്ച് ജീവിക്കുന്നവരാണോ മുസ്ലിങ്ങള്? അല്ല, അങ്ങനെ ജീവിക്കാൻ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഒരു ശൈലികളുണ്ട്. ഞാനിപ്പോ മുഹമ്മദ് നബിയുടെ മാതൃക അപ്പടി പറ്റിയ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. പിന്നെ ഉത്തമ മാതൃകയാണെന്ന് ഇസ്ലാമിൽ കൊലപാതകം ചെയ്യുന്നവരുണ്ട്, മുസ്ലിം നാമധാരികള്. അവര് കൊലപാതകം ചെയ്യുന്നുണ്ട്. പക്ഷെ മുസ്ലിങ്ങളിൽ കൊല്ലാത്ത സഹാബിമാരാളുകൾ പറയും, മനുഷ്യരെ കൊല്ലാത്ത സഹാബിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. മുഹമ്മദ് നബിയുടെ കൂട്ടത്തിൽ മനുഷ്യരെ കൊല്ലാത്തവരുടെ പേരൊന്ന് പറയോ? ദ്രോഹിച്ചവര് മനുഷ്യരെ കൊല്ലാത്ത സഹാബിമാരുടെ പേര് ലിസ്റ്റ് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യനെ ഉപദ്രവിക്കാത്ത ഒരു സഹാബിയുടെ പേര് പറയും നിങ്ങള്? ഒരു മനുഷ്യന്റെ പച്ച ശരീരത്തിലേക്ക് വാളെടുത്ത് വെട്ടാത്ത ഒരു സഹാബിയുടെ പേര്? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങനെയുള്ള കൂടുതൽ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയന്ന് വിറങ്ങലിച്ച് പോകും. എന്തുകൊണ്ട്? നമ്മൾ രക്തം മരവിക്കും. എന്തുകൊണ്ടറിയോ? നല്ലത് കാണാൻ കണ്ടില്ലേ? ഇതിനിടയിൽ എന്ത് നന്മ? ഒരു നന്മയും ഇല്ല. എന്തുണ്ടായിട്ട് എന്ത് കാര്യം? മനുഷ്യരെ മുഴുവൻ ഒരു നമ്മളുടെ ഓരോ പ്രയാസങ്ങളും കാര്യങ്ങളും നമുക്കിപ്പോ റബ്ബിനോളം വലുത് ഒന്നുമില്ല. നമ്മളെല്ലാം എന്ത് സമാധാനമായിട്ട് ജീവിക്കാൻ മനുഷ്യന്. എനിക്ക് അതായത് നിങ്ങളുടെ ഭയത്തിനെ നിങ്ങൾ ശമിപ്പിക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാധനമാണ് സമാധാനം. അതേപോലെ ഇസ്ലാമിലുള്ള ആളുകളുടെ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ഒരു മുറിവോ ചതവോ ഒക്കെ പറ്റിയിട്ട് അവിടെ നമുക്ക് ആ വേദനയിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു ആശ്വാസമല്ലേ? അത് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിൽ ആ ഭയമാണ്. അതായത് ആകമാനം ഭയത്തിൽ മുങ്ങി നിൽക്കുന്നവന് എന്തെങ്കിലും ചെയ്യുമ്പോ ഞാൻ ചിലപ്പോ രക്ഷപ്പെടും എന്നൊരു ആശ്വാസം കിട്ടുന്ന ആ ആശ്വാസം മാത്രമേ ഇസ്ലാമിലുള്ളൂ. യാഥാർത്ഥ്യത്തിലുള്ള സമാധാനം, ലോകത്തിനും ജീവിക്കാനുള്ള എല്ലാ ഇതും പറയുന്നുണ്ട്. യാഥാർത്ഥ്യബോധത്തിലുള്ള മനസ്സമാധാനം ഇസ്ലാമിന് പുറത്താണുള്ളത്. ഈ യുക്തിവാദികൾ പറയുന്ന പോലെ മതം ഉപേക്ഷിച്ചിട്ട് ജീവിച്ചിട്ട് എന്ത് നേടാനാണ്? നല്ല മനസ്സമാധാനം കിട്ടും. എന്ത് മനസ്സമാധാനം കിട്ടും? ആരെയും അനുസരിക്കാതെയും ഇപ്പൊ സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ച് അവരെ നോക്കാതെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് അനുസരിക്കണം, ആരെ നല്ലത് ആര് ചെയ്താലും ഒരു കാര്യമുണ്ട്. നല്ലത് ആര് ചെയ്താലും യുക്തിവാദം ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. നല്ല കാര്യങ്ങൾ ഏത് തെരഞ്ഞെടുക്കണമെന്നും ആരെ അനുസരിക്കണമെന്നും ആരെ ധിക്കരിക്കണമെന്നും നമ്മൾക്ക് സാമാന്യമായിട്ടുള്ള നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് സന്ദർഭോചിതമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതിന് പകരം അനുസരിക്കുന്നത് ആരൊക്കെ അനുസരിക്കണം, അനുസരിക്കരുത്, എന്തൊക്കെ ചെയ്യണം, ചെയ്യരുത് എന്ന് കിതാബിലുള്ള മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതിനോളം അധപ്പതിച്ച വേറെ ജീവിതമേ ഇല്ല. അതാണ് വ്യത്യാസം.
അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥന നിങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ചെയ്തു നോക്കിക്കോളൂ. അത് നിങ്ങൾക്ക് ഇതിനേക്കാൾ ഇപ്പൊ നിങ്ങൾ അത് അലട്ടുന്ന പിന്നെ എന്തെങ്കിലും അങ്ങനെയാണ്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ 41 ദിവസം സമാധാനപ്പെടും. നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാ? 41 ദിവസം നമ്മൾ ഒരു കല്ലിനെ വെച്ചിട്ട് ആരാധിച്ചാലും അവിടെ അതിന് ഇതുണ്ടാവുമെന്നാ പറയുന്നത്. ഫലമുണ്ടാവും. ഫലമുണ്ടാവുമെന്ന്. അങ്ങനെ ഒന്നിനെയും പ്രാർത്ഥിക്കാതെ അത് കഴിഞ്ഞ 10 മനുഷ്യന്റെ വർഷമായിട്ട്, കൂടെ ജിന്നും കഴിഞ്ഞ ഇൻസും ഒരു 7-8 ആണല്ലോ ഭൂമിയില്. വർഷമെങ്കിലുമായിട്ട് ഒരു പ്രാർത്ഥനയും ഇല്ലാതെ സ്വസ്ഥമായും സമാധാനമായും ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്, അതില് 100, സ്വസ്ഥത 101% കിട്ടുന്നുണ്ടോന്ന്. നല്ല സമാധാനം. അതില് സ്വസ്ഥത ഞാൻ കിട്ടുമോന്ന് ചോദിച്ചു സംസാരിക്കുന്നത് നോക്ക്. പോലെ സമാധാനത്തിൽ സംസാരിക്കുന്ന ഒരു മൂല്യർ എന്റെ അടുത്ത് ഒന്ന് കിടന്ന് കാണിച്ചു തരും. അത് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറയുമ്പോ ആരാണേലും പിന്നെ പ്രതികരിക്കത്തില്ലേ? എന്തിന് പ്രതികരിക്കും. പ്രതികരിക്കാന്ന്? മനസ്സമാധാനമാണ് ഞാൻ ചോദിച്ചത്. സമാധാനം, വന്നിച്ചില്ലേലും നിന്ദിക്കാൻ പാടില്ല. സമാധാനം, ക്ഷമ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സമാധാനം, കൊണ്ട് എന്ത് സ്നേഹം, കിട്ടുന്ന? ഇതാണ് എന്റെ നിങ്ങൾ എന്തുകൊണ്ട് മൂല്യങ്ങൾ. രാമായണവും മഹാഭാരതവും നിങ്ങൾ വിമർശിക്കുന്നില്ല? ഞാൻ അതിനുള്ള ധൈര്യം ഉണ്ടോ? വായിച്ചിട്ട് ഞാൻ ആവശ്യമുള്ള ഇന്ത്യയിലിരുന്ന് ഘട്ടത്തില് വിമർശിക്കാന് നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഇല്ല. അതൊക്കെ നമുക്ക് അങ്ങനെ ഇപ്പൊ ഇസ്ലാമിനെ വിമർശിക്കാൻ ധൈര്യമില്ലാത്ത ആൾക്കാർ അപ്പുറത്തും ഉണ്ടാവും. അതിലിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇസ്ലാമിനെ എല്ലാരും നിങ്ങൾ വിമർശിക്കുന്ന അതിന്റെ ഒപ്പം തന്നെ മറ്റുള്ളവരും പിന്നെ എനിക്ക് വിമർശിക്കുന്നുണ്ട്. തരം കിട്ടുമ്പോ ഒക്കെ എല്ലാത്തിനും വിമർശിക്കാറുണ്ട്. നിങ്ങൾ കേൾക്കാത്തോണ്ടാ, നിങ്ങൾ ഫോളോ ചെയ്യാത്തോണ്ടാണ് എന്നെ. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അതുകൊണ്ടാണ്. കേട്ടത് അതാണ്, ലിയാഖത്തിന്റെ നിങ്ങൾ ഇത് മാത്രം കേട്ടിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഫോളോ ചെയ്താല്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ, ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ എല്ലാ വീഡിയോയും കേട്ടാൽ നിങ്ങൾക്ക് ഈ എല്ലാ വിമർശനം അതിനകത്ത് ഉണ്ടാവും. പക്ഷെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത്, ഇപ്പൊ നിങ്ങൾ കണ്ണിനൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ എല്ലു ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്താ എല്ല് മാത്രം നോക്കണം, നിങ്ങൾ ഇതിന്റെ കണ്ണും കൂടി നോക്കും നമ്മൾ പറയില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അവസാന കാലഘട്ടത്തില് ഇങ്ങനെയുള്ള യുക്തിവാദം വർദ്ധിക്കുമെന്ന് അങ്ങനെയൊന്നും പറയുന്നുണ്ട്. പറഞ്ഞിട്ടില്ല. ഉണ്ടല്ലോ, യുക്തിവാദം വർദ്ധിക്കുന്നൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇതുപോലുള്ള അവിശ്വാസികൾ വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട്. യുക്തിവാദത്തെ കുറിച്ചൊന്നും അന്ന് വലിയ പക്ഷെ ധാരണ ഇസ്ലാം ഉണ്ടായിരുന്നില്ല. വളരെയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ രണ്ടും കൂടി ഒരുമിക്കൂലല്ലോ? എന്താണ്, ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയല്ലേ? എങ്ങനെ, എവിടെ? ഒരു ദിവസം എത്രയോ ആൾക്കാരാണ് ഏറ്റവും പുതിയ ഇസ്ലാമിലേക്ക് പഠനം വന്നുകൊണ്ടിരിക്കുന്നത്. അനുസരിച്ച് സൗദിയിൽ 19% നിരീശ്വരവാദികൾ ഉണ്ട് എന്നാണ് കണക്ക്. എന്നാണ് ഇപ്പൊ ഇന്ന് ഷുഹൈബുൽ ഹൈത്തമിന്റെ ഒരു വയൽ ഞാൻ കേട്ടത്. സൗദി അറേബ്യയിലെ 19% നിരീശ്വരവാദികൾ. ഈ നല്ല വളർച്ചയല്ലേ ഇസ്ലാം? എങ്ങനെ? തെളിവുകളോടെയാണ് പറഞ്ഞത്. തെളിവ് യൂട്യൂബിലിടും, ഞങ്ങളെ പോലുള്ളവര് കാണട്ടെ. ഇല്ല, ഇത് ഞാൻ പറഞ്ഞതല്ലേ, ഇത് ഷുഹൈബുൽ ഹൈത്തമി പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞതാണ്. പുള്ളി അതിലൊരു പഠനത്തിന്റെ പേര് പറയണ്ട, ഞാൻ റെഫർ ചെയ്തിട്ടില്ല, റെഫർ ചെയ്യാം. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്യൂർ റിസർച്ചിന്റെ ആണോ? അതെ, പ്യൂർ റിസർച്ചിന്റെ പഠനത്തില് ഇസ്ലാം വളരുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കൺവേർഷൻ കൊണ്ടാണ് ഇസ്ലാം വളരുന്നത് എന്ന് പ്യൂർ റിസർച്ച് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്യൂർ റിസർച്ചിനെ അധികരിച്ച് പറയുമ്പോൾ പ്യൂർ റിസർച്ച് സെന്ററിന്റെ പഠനം അനുസരിച്ചിട്ട് ഇസ്ലാം വേഗത്തിൽ വളരുന്നു എന്നതിന്റെ കാരണം ഇസ്ലാമിലേക്കുള്ള ആളുകളുടെ കൺവേർഷനും കുത്തൊഴുക്കുമാണ് എന്ന് അതിനകത്തുണ്ടോ? ഇല്ല. എന്ത് കാരണം കൊണ്ടാണ് വളരുന്നെന്നാ പറഞ്ഞത്? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഫസ്റ്റ് കാരണം എന്താ അറിയോ നിങ്ങൾക്ക്? എന്താണ്? ഹൈ ഫെർട്ടിലിറ്റി റേറ്റ്. ഇനി അത് പറഞ്ഞാ മതിയല്ലോ. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പറഞ്ഞ പ്യൂർ റിസർച്ച് സെന്ററിൽ നിങ്ങൾ അതിന്റെ കാരണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് റീസൺ എന്താണെന്നറിയോ? ഫെർട്ടിലിറ്റി ഏജിലുള്ള യുവാക്കളുടെ എണ്ണം, ജനസംഖ്യ. ഈ രണ്ട് അനുകൂല കാരണങ്ങൾ കൊണ്ടാണ് ജനസംഖ്യ വർധനവുണ്ടാകുന്നത്. മതം മാറുന്നതുമായി ബന്ധപ്പെട്ട് പ്യൂർ റിസർച്ച് സെന്ററിൽ ഇതേ കാര്യത്തിൽ ഈ കൺവേർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, കൺവേർഷൻ അതായത് ഓരോ വർഷവും ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളോളമോ അതിൽ കൂടുതലോ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തും പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇസ്ലാമിന്റെ ഈ പോപ്പുലേഷൻ, ഈ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ഗ്രോത്തിൽ ഈ കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കന്റ് കാര്യമല്ല എന്ന് അതേ റിസർച്ചിൽ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാത്തോണ്ടാണ്. അപ്പൊ വളരുന്നതിന്റെ കാരണം മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ നോക്കൂ, 19 വർഷം, അതായത് മതനിരാസമോ നിരീശ്വരവാദ പ്രചാരണമോ യുക്തിവാദ പ്രവർത്തനമോ മതവിമർശനമോ വധശിക്ഷ ലഭിക്കുന്ന കുറ്റമായി കണക്കാക്കുന്ന മതനിയമമുള്ള രാജ്യങ്ങളിൽ പോലും 10, 15, 20% മനുഷ്യർ ഇസ്ലാം ഉപേക്ഷിച്ച് നിരീശ്വരവാദികളാണ് എങ്കിൽ ഇസ്ലാമിന്റെ വളർച്ച പടവലങ്ങ പോലെ താഴോട്ടല്ലേ? അത് നിങ്ങളെ പോലുള്ളവര് പറയുന്നല്ലേ. നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ കഥ എന്താ നിങ്ങൾക്ക് അറിയില്ലേ?
നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല. ആ ഇന്നത്തെ ഇല്ല, കാലം അതാ പറഞ്ഞേ. മാറി. ഇന്ന് അതെ എല്ലാരും സുഖ സൗകര്യങ്ങള് ഫോണില് ആ ഇതൊക്കെയാണ്. പക്ഷേ തമ്മിൽ തമ്മിൽ ഒരു സ്നേഹമില്ല. അതെ. അപ്പൊ പിന്നെ ബന്ധങ്ങൾക്കൊന്നും ഒരു ഏത് വിലയില്ല. വളർച്ചയെ അത് കുറിച്ചാണ് ഇപ്പൊ ഏത് ആ വളർച്ചയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? പക്ഷേ ആകെയുള്ള പിന്നെ വളർച്ച ഈ വളർച്ചയാണ്. അത് ഉം. വേറെ അതിലിപ്പോ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. അതൊരു കാലഘട്ടം വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അത് അള്ളാന്റെ മതം അത് ഈ ലോകമുള്ള കാലത്തോളം ഉണ്ടാവും അത്. അതാ എല്ലാരെ മതങ്ങളും ഉണ്ടാവും. കുറെ കാലങ്ങളിൽ ഉണ്ടാവും. ഏത് രീതിയിലാണ് ഇത് സ്വാധീനം ചെലുത്തിയത്, ഏത് രീതിയിലാണ് ഇത് പ്രചരിപ്പിച്ചത്, ഏത് രീതിയിലാണ് ഇത് നിലനിർത്തുന്നതിന്റെ എന്തായാലും അടിസ്ഥാനത്തിൽ നിങ്ങളെ അതിന്റെ പോലുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. ആൾക്കാര് ഈ എക്സ് നിങ്ങൾ മുസ്ലിം എന്നും എന്തായാലും പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടിയും നമ്മളെ മുൻവിധികളും പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ നിങ്ങൾ എന്റെ നിങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളോട് പറയണത് നിങ്ങൾ ഇതിനെ സ്വതന്ത്രമായ ഞാനൊരു പഠനത്തിന് തെറ്റ് വിധേയമാക്കണം. ചെയ്താലും എന്റെ പടച്ചവന് ഞാനത് പശ്ചാത്തപിച്ച് മാപ്പ് ഇറക്കുമ്പോഴത്തേക്ക് പടച്ചവൻ അത് പുറത്തു തരും എന്നുള്ള എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. അതുമല്ല നമ്മള് പിന്നെ കുറെയൊക്കെ നമ്മള് നബി ചര്യ പിന്തുടരാൻ ശ്രമിക്കുന്ന ആൾക്കാരുമാണ്. ഉം. അതുകൊണ്ട് എനിക്ക് എന്റെ കാര്യത്തില് അങ്ങനെയുള്ള ടെൻഷനോ പശ്ചാത്തപിച്ച് പേടിയോ ഒന്നുമില്ല. പിന്നെ പുറത്തു വരാൻ പറയുന്നതിനേക്കാളും ധൈര്യമുണ്ട്. തെറ്റും ശരികളും തിരിച്ചറിഞ്ഞ് തെറ്റും അതെ ചെയ്യാതിരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതെ ചെയ്യേണ്ടത്. അതെ അത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പശ്ചാത്തപിച്ചിട്ട് ഒരു എന്ത് കാര്യം? പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ ഒരു പിന്നെ എന്താ പറയാ, അത്രയും ഒരു മഹോന്നതനാണ് ആ മനുഷ്യനെ ഇങ്ങനെ അങ്ങനെയൊന്നും തേജോവധം ചെയ്യുന്ന പറയല്ലേന്നേ. കേൾക്കുമ്പോ ആണ് അത് അത് നിങ്ങളല്ല ആര് വിചാരിച്ചാലും അത് അങ്ങേര് കൊണ്ടുവന്ന ന്യായപ്രമാണങ്ങൾ നിങ്ങൾ കൊണ്ടുപോവാ അങ്ങനെ എന്നിട്ട് കൊണ്ടുവന്ന പറയും. ന്യായപ്രമാണങ്ങളെ ഞാൻ നിങ്ങളോട് UDHR എന്ന് പറഞ്ഞത് നിങ്ങൾ ഇന്ന് തന്നെ വായിക്കണം കേട്ടോ. ആകെ ഒരു 30 33 32 ആർട്ടിക്കിളേ ഉള്ളൂ. എല്ലാം കോപ്പി അടിച്ച് ഓരോണ്ണം വന്നിരുന്നിട്ട് പറയുന്നതാണ് കോപ്പി അടിച്ചു അങ്ങനെ ഇങ്ങനെയാണ്. കോപ്പി അടിക്കുന്നതിലൊക്കെ ഒരു ആദം നബി പരിധിയില്ലേ? മുതൽ ഈസാ നബി വരെയുള്ള കഥ കോപ്പി അടിയാണ്. അതെ, അത് തോറയുന്നതാണ്. ഭയങ്കര കോപ്പി അടിയാ. അത് കോപ്പി അടിച്ചെന്ന് മാത്രമല്ല ആവശ്യത്തിന് തിരുത്തലും വരുത്തിയിട്ടുണ്ട്. അതായത് ഞാൻ ഒരു കഥ പറയാം, ഒരു സംഭവം പറയാം. ആ ഈ ഇബ്രാഹിം നബി കുഞ്ഞിനെ കഴുത്തറക്കാൻ കൊണ്ടുപോകുന്നല്ലോ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട്. ഇസ്മായിൽ നബീനെ അത് ബൈബിളിൽ ആരാ അറിയോ? ഇസ്ഹാക്ക്. ആ എന്തിനാ ഇസ്മായിൽ ആക്കിയതെന്ന് അറിയോ? പക്ഷെ നമ്മൾ എന്തിനാ? അല്ല പഠിച്ചിരിക്കുന്നത് നിൽക്കുന്നത് ലിയാഖത്ത് ബൈബിളിലുള്ള മദ്രസയിൽ കഥ, പഠിച്ചിട്ടുണ്ട് ബൈബിളിലുള്ള ഇഞ്ചിയിൽ കഥ ഇസ്ഹാക്ക് തിരുത്തപ്പെട്ടതാണെന്ന്. ആക്കിയത് ഇസ്മായിൽ ആക്കിയത് എന്തിനാ അറിയോ? അല്ലാതെ തിരുത്തപ്പെട്ടതാണെന്ന് പറയുന്നുണ്ടല്ലോ. ആര് ഇഞ്ചിയില് തിരുത്തിയത്? ഇഞ്ചിയില് പല കൈകടത്തലുകളും അതില് തോറയിലും ഇഞ്ചിയിലും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് എന്ന് ആര് പറയുന്നുണ്ടല്ലോ. പറഞ്ഞു? ഹദീസിൽ പറയുന്നുണ്ടല്ലോ. മുഹമ്മദ് നബി പറഞ്ഞതല്ലേ? അതെ. ആ അല്ലാതെ തിരുത്താത്ത ബൈബിൾ, ഒറിജിനൽ ബൈബിൾ, അതായത് ഇസ്മായിലിനെയാണ് അറക്കാൻ കൊണ്ടുപോയത് എന്നുള്ള എഴുതിയ അപ്പൊ നിങ്ങൾ ഒറിജിനൽ പറയുന്ന തോറ ഇറാ ഗുഹയിൽ കണ്ടിട്ടൊന്നല്ലല്ലോ വെച്ചിട്ട് പറയണേ. നബിക്ക് വെളിപാടുണ്ടായില്ല എന്നാണ് നിങ്ങൾ ഞാൻ പറയുന്നത്. പറഞ്ഞത് എന്താ വെച്ചാല് ഈ അറബികൾ എന്ന് പറയുന്നത് ഇസ്മായിലി പാരമ്പര്യത്തിലുള്ളവരാണെന്നാണ് അവിടുത്തെ പൊതുവിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ ഒരു വിശ്വാസം. ആ ഈ ബിബ്ലിക്കൽ ആയിട്ടുള്ള വിശ്വാസം. ബൈബിൾ കഥ അനുസരിച്ചിട്ട് ആ ഇസ്മായിലി സന്തതി പരമ്പരയാണ് അറബ് വംശജർ അതെ എന്നാണ് അതെ കരുതപ്പെടുന്നത്. ആ അപ്പൊ ഈ അറിയാം. അറബ് വംശജരിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ബൈബിളിൽ ഒരു പിന്നെ ഒരാൾ വരാണ്ട് എന്ന് പറയുന്നുണ്ടെന്നാണല്ലോ. ഉം അത് യഹൂദി പാരമ്പര്യത്തിലാണ്. അപ്പൊ അതിനെ ഇബ്രാഹിമിലേക്ക് കണക്ട് ചെയ്യാൻ അങ്ങനല്ല, വേണ്ടിയിട്ട് നിരക്ഷരനായ ഒരു പ്രവാചകനെ എനിക്ക് ഇബ്രാഹിമി പിന്നാലെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിമി പാരമ്പര്യത്തിലേക്ക് മുഹമ്മദ് നബീനെ കൊണ്ടുപോയി കണക്ട് ചെയ്യാനാണ് ബൈബിൾ കഥയിലെ ഇസ്ഹാക്കിനെ മുഹമ്മദ് നബി പറഞ്ഞപ്പോ ഇസ്മായിൽ ആക്കിയത്. മനസ്സിലായോ? ഇനി അങ്ങനെ പറഞ്ഞാ ഭയങ്കര മതിയല്ലോ. ബുദ്ധിമാനായിരുന്നു എന്ന്, ആ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കഥ കോപ്പി അടിക്കുകയും, അതായത് അങ്ങനല്ല, മനുഷ്യന്റെ ഞാനൊന്ന് ഉൽപ്പത്തി ചോദിക്കട്ടെ. മുതൽ ഈസാ നബി വരെയുള്ള കഥ മുഴുവൻ ഇബ്രാഹിം നബിയുടെ കോപ്പിയാണ്. പുത്രൻ തന്നെയല്ലേ ഇസ്മായിൽ നബി? ഇസ്മായിൽ നബീനോട് പറയുന്നുണ്ടല്ലോ, ഇസ്മായിൽ നബീന്റെ അടുത്ത് പിന്നെ ഒരു ഇതില് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പരമ്പരയിലാണ് ആര് പറയുന്നുണ്ട്? അങ്ങനെ സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതാ പറഞ്ഞ ആ സ്റ്റോറി മുഹമ്മദ് നബി തിരുത്തി എഴുതിയത് എന്തിനാന്ന് മനസ്സിലായോ? ഇതിനെ നമ്മൾ സമഗ്രമായി പഠിച്ചാൽ ഒരു അവ്യക്തതയും ഇല്ല ഇതിനകത്ത്. എല്ലാ നബിയുടെ ബുദ്ധിയാണ് അല്ലേ? കുബുദ്ധി, ആ കുതന്ത്രം, ആ അഗ്രഗണ്യനാണ് മുഹമ്മദ് നബി. എന്നിട്ട് അതിൽ കൊറേ യാതൊരു നേടി, സംശയമില്ല. കൊറേ സുഖലോലുപനായിട്ട് ജീവിച്ചു സുഖലോലുപൻ, അല്ലേ? സുഖലോലുപൻ, വെറുതെ അങ്ങനെ ഒരു പറയരുത്. സംശയമില്ല. ഈ നബി അന്നത്തെ കാലത്തെ ഇബാദത്തിലാണ്. ലോലുപത മുഴുവനായിട്ട് ഇബാദത്ത് ആസ്വദിച്ചിട്ടാണ് പോയത്. ഇബാദത്ത് ആണ്. എപ്പോഴും നബി ഇബാദത്തിലും നോമ്പിലുമായിരുന്നു. അതറിയോ ലിയാഖത്തിന്? ഏ ഏ നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഇനിയിപ്പോ പോട്ടെ. ആ അത് അയാളുടെ ആ ഒരു വ്യക്തിയുടെ ജീവിതം, അയാൾ അത് ആസ്വദിച്ചു പോയി, അത്രേ ഉള്ളൂ. പക്ഷെ അതിനെ പിന്നെ ഒപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കി എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഈ സ്ത്രീ വിരുദ്ധമായ മതനിയമം ഉണ്ടല്ലോ,
സ്ത്രീ അത് വിരുദ്ധതയൊന്നും ഇല്ല. സ്ത്രീവിരുദ്ധം അതിൽ ഒരു മാത്രമാണ്. സ്ത്രീ വിരുദ്ധതയില്ല. അത് മഹർ ലിയാക്കത്ത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ വിഷയം മഹറാണ്. ഇത്രയും ഉം. സ്ത്രീവിരുദ്ധമായ ഒരു സാധനം വേറില്ല മഹർ ലോകത്ത്. നല്ലതല്ലേ? അല്ല മഹർ അല്ല, കൊടുക്കണമെന്നല്ലേ? മഹർ അത്രയും സ്ത്രീവിരുദ്ധമായ ഒരു സാധനമാണ്. അപ്പൊ സ്ത്രീധനം ഈ പിന്നെ ഒരു മകള് ജനിക്കുമ്പോഴത്തേക്കും മാതാപിതാക്കള് ഉം. പിന്നെ എന്താ പറയാ, അവരുടെ സമ്പാദ്യം മുഴുവനും കൊടുത്ത് ആ പെൺകുട്ടീനെ ഒരാളെ മഹർ ഏൽപ്പിക്കുന്ന തെറ്റാണ് അത് എന്ന് അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സ്ത്രീധനം നല്ലതാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? പറയില്ല. ഇന്ത്യയിലെ നിയമം നിങ്ങൾ ഇന്ത്യയിലെ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ നിയമമൊന്നുമല്ല അത്. നടക്കുന്ന എന്തുവാ? ഇന്ത്യയിലെ നിയമമല്ല. ആ അപ്പൊ ഇവിടെ അത് പൊളിച്ചെഴുതിയതാണ് നബി ചെയ്ത അല്ല തെറ്റ് അല്ല അല്ലേ? അല്ല അല്ല. അതായത് ആ, സ്ത്രീധനവും മഹറും കമ്പയർ ചെയ്യുമ്പോൾ മഹറാണ് കൂടുതൽ മോശം. മഹറാണ് നല്ലത്. മഹറാണ് കൂടുതൽ മോശം. എന്താ അറിയോ? ആ, സ്ത്രീയുടെ ശരീരത്തിനിടുന്ന വിലയാണത്. സ്ത്രീയുടെ ഒരിക്കലും അല്ല, ശരീരത്തിനും സ്വാതന്ത്ര്യത്തിനും. നിങ്ങൾ ഒരിക്കലും അല്ല. ഫിഖ് എടുത്ത് ആ വായിച്ചു നോക്ക്. സ്ത്രീയെ ഈ മഹറിനെ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്ക് എന്താണ് ഈ മഹർ. സൗദിയിലും ഒക്കെ ഉള്ള മാതാപിതാക്കള് പെൺകുട്ടികൾ ജനിക്കുമ്പോ സന്തോഷിക്കുക ചെയ്യാറ്. എന്തിന് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല, അല്ല കേരളത്തിലെ അവസ്ഥ. എന്തിനാ സന്തോഷിക്കുന്നത്? സാധാരണക്കാരുടെ അല്ല എന്തിനാ ഇടയിലൂടെ നിങ്ങളൊന്ന് സന്തോഷിക്കുന്നത്? ശ്രദ്ധിക്കൂ. എന്തിനാണ് അപ്പൊ പെൺകുട്ടികൾ അറിയാം. ജനിക്കുമ്പോൾ സന്തോഷിക്കുന്നത്? ജനിക്കും പിന്നെ മുമ്പ് കാലത്താണെങ്കിൽ നബിയുടെ കാലഘട്ടത്തില് നബിക്ക് നേരെ മുൻപേ ഉള്ള ആൾക്കാര് പെൺകുട്ടികളെ കൊന്ന് കുഴിച്ചു മൂടുമായിരുന്നു, അതൊക്കെ വെറുതെ പെൺകുട്ടികളാണെന്ന്. പറയാണ്. വെറുതെ. അപ്പൊ ബാക്കിയെല്ലാം നിങ്ങൾ പറയുന്ന എല്ലാം അതിപ്പോ സത്യവും ഇത് വെറുതെ അല്ലേ? നമ്മളെ നാട്ടില് ഇപ്പൊ പള്ളി ദർസുകളിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതും വിചാരിച്ചിട്ട് കേരളത്തില് മുസ്ലിങ്ങളൊക്കെ പള്ളി ദർസിൽ കുട്ടികളെ പീഡിപ്പിക്കായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? കന്യാസ്ത്രീകൾ അല്ല അത് പീഡിപ്പിക്കപ്പെടുന്നില്ലേ? പറഞ്ഞിട്ട് ഇതാണ്. അല്ല ഇതിനെ സാമാന്യവൽക്കരിക്കാൻ അതുപോലെ തന്നെ പറ്റുമോ? പൂജാരികൾ പീഡിപ്പിക്കുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ. അതൊന്നും എന്താ ഞാൻ ലിയാക്കത്ത് പറഞ്ഞുതരാം കാണാത്തത്? പറഞ്ഞുതരാം. അത് മദ്രസയിൽ മാത്രമുള്ള ഞാൻ പീഡനമാണ് അങ്ങനെയല്ല. ലിയാക്കത്ത് കാണുന്നത്. നിങ്ങൾ പറഞ്ഞ മനുഷ്യരിൽ നല്ലവരും ചീത്തയും ഉണ്ട്. അത് ഏത് നിങ്ങൾ സമാധാനമായിട്ട് സമുദായമാണേലും. കേൾക്കൂ. ഇത് ഞാൻ ഈ വിഷയം പറഞ്ഞതല്ല. അതായത് മക്കയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പെൺകുട്ടികളെ കുഴിച്ചുമൂടുമായിരുന്നു എന്ന് പറഞ്ഞതിന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഉം. അതായത് എന്തെങ്കിലും ഒരു അന്ധവിശ്വാസമോ അനാചാരത്തിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരാൾ ചെയ്തിരുന്നു എന്നതുകൊണ്ട് ആ സമൂഹം അങ്ങനെയായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. ഒന്ന്, അതിന്റെ തെളിവ് ഞാൻ തരാം എന്തുകൊണ്ടാണെന്നുള്ളത്. മുഹമ്മദ് നബിക്ക് ഇസ്ലാം ആവുന്നതിന്റെ മുമ്പ് എത്രയോ പെൺകുട്ടികൾ ജനിച്ചിട്ടുണ്ട്, ഇല്ലേ? പോലെ ആരെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടോ? ഇല്ല. അബൂബക്കറിന് ഇസ്ലാം അവിടെയാണ് സ്വീകരിക്കുന്നതിന് തെറ്റിയത്. മുൻപ് ഒരു മിനിറ്റ് ഇസ്ലാം ഇസ്ലാം ആകുമ്പോഴത്തേക്ക് ആകുന്നതിന് നബിക്ക് മുൻപ് ഖദീജ മാത്രമേ ഉള്ളൂ ഭാര്യയായിട്ട്. അതിൽ പെൺകുട്ടികൾ ജനിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിക്ക്. നിങ്ങൾക്ക് അറിയായിട്ടാണ്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഇനി അബൂബക്കർ സിദ്ദീഖിന് എത്രയോ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആരെങ്കിലും കൊണ്ടുപോയി അബൂബക്കർ കുഴിച്ചിട്ടതായിട്ട് വല്ല തെളിവുണ്ടോ? അപ്പൊ അത് അവിടുത്തെ ഒരു പൊതു ഒരു മിനിറ്റ് അത് അവിടുത്തെ ഒരു പൊതു പ്രാക്ടീസ് ആയിരുന്നില്ല. ഇനി വേറെ തെളിവ് തരാം. ഇസ്ലാം ബഹുഭാര്യത്വം നിയന്ത്രിച്ച് 4 ഭാര്യമാരിൽ പരിമിതപ്പെടുത്തിയതിന്റെ കാരണം പറയുമ്പോൾ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അന്ന് ആണുങ്ങൾ ഇഷ്ടം പോലെ പെണ്ണിട്ടായിരുന്നു എന്നാണ്. അല്ലെ? എണ്ണത്തിന് നിയന്ത്രണം ഇല്ലാതെ 8ഉം 10ഉം പെണ്ണ് കെട്ടുമായിരുന്നു അറബികൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പെൺകുട്ടികളെ കല്യാണം കഴിക്കണമെങ്കിൽ പെൺകുട്ടികൾ ഉണ്ടാവണ്ടേ നാട്ടില്? ജനിക്കുന്ന കുട്ടികളൊക്കെ സ്ത്രീകൾക്ക് വില കൽപ്പിക്കുന്നില്ലായിരുന്നു അന്ന്. അതുപോലെ തന്നെ ഇനി സ്ത്രീകളെ നിങ്ങൾ കുഴിച്ചു പറഞ്ഞില്ലേ മൂടുന്ന പെൺകുട്ടികൾ ജനിക്കുമ്പോ സന്തോഷിക്കുമായിരുന്നു എന്ന്. പെൺകുട്ടികൾ ജനിക്കുമ്പോ മുഹമ്മദിന് മുമ്പുള്ള അറബികളും ദൈവത്തിന് നന്ദി പറയുകയും ശുക്ർ ചെയ്യുകയും സന്തോഷം തെളിവുണ്ട്. ഇതൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ ഉള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മള് ഇസ്ലാം എന്ന് പറയുന്ന നമ്മൾ പഠിച്ച കഥയെ ന്യായീകരിക്കത്തക്ക തരത്തിൽ തിരിഞ്ഞു വായിച്ചിട്ട് കാര്യമില്ല. നിഷ്പക്ഷമായിട്ട് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിഷ്പക്ഷമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പറയുന്നതാണ് ലിയാക്കത്ത് നല്ലപോലെ ഇതിനെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ തവണ പഠിക്കുമ്പോഴും നമ്മൾ ഈ മതം എത്രത്തോളം എന്റെ അനിയനുണ്ടായതുപോലെ ബോധോദയം അനിയന് ബോധമില്ലാണ്ട് എന്തോ പറഞ്ഞു, പിന്നെയും ബോധമില്ലാതെ എന്തോ പറഞ്ഞു, അത്രേ ഉള്ളൂ. അനിയനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നാൽ ഈ രണ്ട് സമയത്തും തീർച്ചയായിട്ടും ഉണ്ടാക്കി തരാം. ഈ നമ്പർ ഞാൻ അവന് തീർച്ചയായിട്ടും അത് അനിയനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അനിയനു എടുത്തുചാട്ടക്കാരനായിരുന്നു, അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ല. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് യുക്തിവാദികളുടെ പിടിയിൽ പെട്ടുപോയി. അതിൽ നിന്ന് പടച്ചവന്റെ ദിവ്യപ്രകാശത്തിലോട്ട് വന്നു, അത്രേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഇത് എടുത്തുചാട്ടമായിരുന്നു, വിവേകമില്ലാത്ത എടുത്തുചാട്ടമാണ്. അങ്ങോട്ടും ചാടിയത് പിന്നെ ഇങ്ങോട്ട് ചാടിയത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഒരു ഈമാൻ പോകത്തില്ല. അത് ഞാൻ അത്രയും ഞാൻ മുറുകെ പിടിച്ചിരുന്നോളി. അതെ. പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം,
ഈമാൻ കൊടുക്കുന്നതിനും എടുക്കുന്നതിനും അള്ളാഹു ആണ്. അപ്പൊ നിങ്ങൾ ഈമാൻ പോകില്ല നിങ്ങൾ പറയരുത്. അള്ളാഹ് വിചാരിച്ചാ പോകുന്നാണ് നിങ്ങൾ പോലും വിശ്വസിക്കേണ്ടത്. അങ്ങനെയല്ലേ? മനുഷ്യൻ വിചാരിച്ചാല്, അല്ല, അള്ളാഹു. അള്ളാഹ് വിചാരിച്ചാല് അള്ളാഹു പോവുമായിരിക്കും. അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു നേർമാർഗത്തിലാക്കും. ഹിദായത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അതെ ദുർമാർഗത്തിലാക്കും. അതെ, അള്ളാഹു നിങ്ങളെ ദുർമാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല. ഒരിക്കലും ഇല്ല. അതെങ്ങനെ നിങ്ങൾക്ക് ഒരു അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിങ്ങൾ എങ്ങനെ വിധിക്കും? അത് നമുക്കറിയാം. ആ, അപ്പൊ ആ പേടിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നാണ് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. അതെ. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അല്ല, ഇത് ഇത് ആളുകൾ ടെലികാസ്റ്റ് കേൾക്കട്ടെ, ചെയ്യോ? വിലയിരുത്തട്ടെ. ഞാൻ വേണ്ട വേണ്ട, മോശമായിട്ടൊന്നും ആരും നിങ്ങളെ കുറിച്ച് ഒന്നും എഴുതൂല. അങ്ങനെ എഴുതിയാൽ ഇല്ല, നമ്മൾ വേണ്ട റിമൂവ് ചെയ്യും. വേണ്ട വേണ്ട അത് നമ്മൾ റിമൂവ് ചെയ്യും. വേണ്ട വേണ്ട. ഇത് ചിലപ്പോ അത് ബുദ്ധിമുട്ടാകത്തില്ലേ ആർക്ക്? എനിക്ക്? എന്തിന്? നിങ്ങൾ അത് വേണ്ട. ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത ഒരു ധീര വനിതയല്ലേ? ഇസ്ലാമിന് എവിടെയെങ്കിലും വേണ്ടി യുദ്ധം ചെയ്തോ? മീൻസ് വാക്കുകൾ കൊണ്ട് ലിയാഖത്തിനോട് എതിരിട്ടൊരു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എനിക്ക് ഇസ്ലാമിന് വേണ്ടി നല്ലൊരു സംസാരിച്ചില്ലേ? ഉത്തരവല്ല കിട്ടിയത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് പിന്നെ എനിക്കറിയാവുന്നതിൽ എന്റെ ബോധ്യത്തിലുള്ള ഉത്തരങ്ങൾ പരമാവധി മാന്യമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ അതില് പിന്നെ ഹാപ്പി അല്ല ആ ഉത്തരങ്ങളിൽ ഉത്തരങ്ങളിൽ. ഹാപ്പി അല്ല എന്നല്ലേ? ആ. എനിക്ക് അങ്ങനത്തെ പരാതിയൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ശ്രമിച്ചു. മുഹമ്മദ് നബി കൊണ്ടുവന്ന പോലത്തെ ന്യായപ്രമാണങ്ങൾ ലിയാഖത്തിനോ ആരിഫ് ഹുസൈനോ ആർക്കും ജബ്ബാറിനോ കൊണ്ടുവരാൻ ഒക്കെ പറ്റില്ല. കൊണ്ടുവരാൻ മുഹമ്മദ് പറ്റുമോ? നബി കൊണ്ടുവന്ന ജാമിദയ്ക്ക് കൊണ്ടുവരാൻ ന്യായപ്രമാണത്തിന് ഇന്നത്തെ പറ്റുമോ? കാലത്ത് ഒരു പ്രസക്തിയുമില്ല. അതുപോലുള്ള നിസ്കാരം, ഏത് മേഖല എടുത്തു നോക്ക്, രാഷ്ട്രീയം, ഇതൊന്നും മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ലേ. കുടുംബം. ഇത് ഇനി നമ്മൾ ആ, സംസാരിച്ച് നമ്മൾ വേറൊരു ദിവസം ബാക്കി സംസാരിക്കാം. ഇതൊന്നും ശരി, മുഹമ്മദ് നബി ആയിക്കോട്ടെ. കൊണ്ടുവന്നല്ല. ഹജ്ജ് പോലും മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല. അതൊക്കെ അവിടെ ഇനി അത് ഉള്ളതാണ്. അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. അല്ല, അവിടെ ഉള്ളതാണ്, എടുത്തതാണ്. ആ, ഹദീസിൽ തെളിവുണ്ട്. എന്താണ് നിങ്ങൾ അതെ. പറയുന്നത്? ഇതൊക്കെ കൊണ്ടുവന്നതാണ്. ഹജ്ജ് അത് സിസ്റ്റം എല്ലാം കൊണ്ടുവന്നതിന് പിന്നെ വേറെ ആൾക്കാരാ അല്ലേ? ഇതൊക്കെ ഹജ്ജ് അവിടെ തന്നെ ഉണ്ടായിരുന്നത്. അവിടെ മക്കയിൽ ഉണ്ടായിരുന്നതാണ്. അത് വലം വെക്കുക മാത്രമല്ലേ? അല്ല തവാഫ് ചെയ്യുന്ന അല്ല മാത്രമേ അല്ല ഈ ഉണ്ടായിരുന്നുള്ളൂ. സഴി എന്ന് പറയണില്ല. ആ ഇപ്പൊ നിങ്ങൾ സഴി എന്ന് പറയില്ല ഹജ്ജിനിടയില്. ആ അതൊക്കെ അവിടെ ഉള്ളതാണ്. കല്ലേറ് അവിടെ ഉള്ളതാണ്. എല്ലാം ഉള്ളതാണ്. എല്ലാം അവിടെ ഉള്ളതാണ്. ഒന്നും ഇല്ലാത്തില്ല. ഹജറുൽ അസ്വദ് അന്നേരം മൊത്തം. അതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലേ അതിന്റെ തെളിവ്? അല്ല, പിന്നെ അതിപ്പോ ശബരിമലയില് ആചാരം പോലെ മുസ്ലിങ്ങൾ ഏറ്റെടുത്തിട്ട് എന്തെങ്കിലും ചെയ്താലും അവിടെ പണ്ട് ഇസ്ലാം ഉണ്ടായിരുന്നു എന്നാണല്ലോ തെളിവല്ല. ഓലെ ആചാരം ഇവര് കോപ്പി അടിച്ചു എന്നാണ് തെളിവ്. ആ അത്രേ ഉള്ളൂ. എല്ലാം അമ്പമൊന്ന് നേർച്ച കോപ്പി അടിച്ചിട്ട് കൊറേ അല്ല, അങ്ങനെയാണ് സാധ്യമാവുള്ളൂ. കുറെ കോപ്പി അടിക്കും, ചിലപ്പോ നന്നാക്കാൻ ശ്രമിക്കും, ചിലപ്പോ മോശമാവും, ചിലപ്പോ നന്നാവും. ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും, ചിലത് അബദ്ധാവും. അങ്ങനെ പറയരുത്. കുതന്ത്രം അങ്ങനല്ലേ നേരത്തെ പറഞ്ഞത്? കുതന്ത്രാണ്, ഡെഫിനറ്റ് ആയിട്ട് കുതന്ത്രം. ഒരിക്കലും അല്ല. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ലിയാഖത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോ അള്ളാഹു അങ്ങനെ കുതന്ത്രമായിട്ട് തോന്നും. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ അള്ളാഹു ആണ് ഇത് ഏറ്റവും നോക്കുമ്പോ തന്ത്രശാലി. അത് ജനങ്ങൾക്കുള്ള ഒരു നേർമാർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ അനിയനുമായിട്ട് സംസാരിക്കുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. നമുക്കിതിന്റെ ശരി, റിയാക്ഷൻ നോക്കിയിട്ട് അത് തീരുമാനിക്കാം. ഡോണ്ട് വറി. അടിപൊളിയായിരിക്കും. അവനുമായിട്ടുള്ള സംസാരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ പറ്റും. സംസാരിക്കുന്നതിൽ അവൻ ഇത് കൂടുതൽ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും. ഞാനിപ്പോ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഇത് മാത്രമല്ല നമ്മള് പല കാര്യങ്ങളും ഞാൻ ഇത് പക്ഷെ മാത്രല്ലെന്നേ, ഞങ്ങൾ വിളിക്കുമ്പോ ഞാൻ എന്റെ ജോലി കഴിഞ്ഞ് വന്ന് ഒരിച്ചിരി വെള്ളം കുടിക്കായിരുന്നു, ഫുഡ് എന്തെങ്കിലും കഴിക്കായിരുന്നു. അപ്പൊ നമ്മള് ഇത് മാത്രം ജോലിയായിട്ട് നടക്കുന്നവരൊന്നല്ല. ഇതെന്നാ ടെലികാസ്റ്റ് ചെയ്യുന്നേ? ഇത് നാളെ ഇടാം. എന്റെ നിങ്ങൾ നോക്കൂ. നിങ്ങൾ പിന്നെ ഞാൻ പറയണത് ഇതിനകത്ത് ഇത് ആളുകൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ അനിയനെ പോലെ അബദ്ധത്തിൽ യുക്തിവാദികളായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ഈ ഹിദായത്തിലേക്കുള്ള വഴിയായിരിക്കും. വെറുതെ നിങ്ങൾ ഇത് കട്ട് ചെയ്ത് എന്നെ പഠിപ്പിക്കുന്നതായിരിക്കും ഇടുന്നത്. ഇല്ല ഇല്ല ഇല്ല, ഇതിന്റെ പൂർണ്ണ രൂപം നിങ്ങൾ പേരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ഥലപ്പേര് എവിടെയോ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ അത് കുഴപ്പമില്ല. അത് പക്ഷെ ബാക്കിയൊന്നും ഒരു ബ്ലേഡിന്റെ പീസ് പോലും വെക്കൂല ഇതിന്റെ മുകളിൽ. അല്ല, ലിയാഖത്തിന് ഞാൻ ഇവട്ട് സംസാരിച്ചതിൽ ഇപ്പൊ എന്താ തോന്നുന്നത്? ഞാൻ ഇങ്ങനെ എല്ലാത്തരം ആൾക്കാരുമായിട്ട് സംസാരിക്കും. എനിക്ക് എല്ലാവരോടും, ഇപ്പൊ ഞാൻ എന്നെ ഒരു സഹോദരിനെ പോലെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അതല്ല ഞാൻ ചോദിച്ചത്. ഇതിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യമായ ഗ്രാഹ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നമ്മൾ ചെറിയ പ്രായത്തിൽ, ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് നമ്മൾ ചെറിയ പ്രായം തൊട്ട് പഠിപ്പിക്കപ്പെട്ട്, നമ്മൾ ചെറിയ പ്രായം തൊട്ട് നമ്മളെ പേടിപ്പിച്ച്, അങ്ങനെയാണ് നമ്മളൊക്കെ മതവിശ്വാസിയാവുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മള് പേടി നമുക്ക് ഉണ്ടാവില്ല. അതായത് ചെറിയ പ്രായത്തിൽ, ഇപ്പൊ ഒരു 6 വയസ്സ് 8 വയസ്സിൽ നമുക്കുണ്ടായ പേടിയും അതിനെ തുടർന്നുണ്ടാവുന്ന നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മനസ്സിലാവില്ല. അത് മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ്.
അപ്പോ പക്ഷെ ഞാൻ അത് ആ ഖുർആൻ പരിഭാഷ ഭയമാണ്. വായിച്ചപ്പോഴത്തേക്കും എനിക്ക് ചേഞ്ച് വന്നു. അതായത് എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഈ ആൾക്കാർ പറയുന്നതോ ഈ പ്രവർത്തിക്കുന്ന ഒന്നും അല്ല ഖുർആനും ഇസ്ലാമും എന്ന് എനിക്ക് അങ്ങനെ ബോധ്യം വന്നു. മനസ്സിലായില്ലേ? ആ ആ മനസ്സിലാക്കല് ആ അതേ ഓപ്പൺനെസ് വെച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടി വായിച്ചാൽ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴും ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾക്കും ബോധ്യപ്പെടില്ല. ഇത് നമ്മൾ നിരന്തരമായിട്ടുള്ള പഠനങ്ങളും അന്വേഷണവും ഇങ്ങനെയുള്ള ചർച്ചകളും തർക്കങ്ങളിലൂടെയാണ് നമ്മളുടെ എന്ത് വേണേലും വിശ്വാസം ഞാൻ ബോധ്യമൊക്കെ രൂപപ്പെടുന്നത്. മുഹമ്മദ് നബി തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ നമ്മൾ അതെ ആരും ഞാനത് വിശ്വസിക്കുന്നു. നിരാകരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാനൊരു നിങ്ങൾ ഇത് എന്തായാലും അങ്ങനെ വിശ്വസിക്കുമ്പോൾ തന്നെ ഞാൻ ഇസ്ലാമിനെതിരെയുള്ള സംശയങ്ങൾ വരുന്ന സമയത്ത് പഠനം നടക്കുമ്പോഴൊക്കെ മുഹമ്മദിനെ പ്രവാചകനായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പഠനം നടത്തിയിട്ടുള്ളത്. ഉം. അപ്പൊ അതിലൊന്നും പ്രശ്നം, പഠനം ഇതിനൊന്നും തടസ്സമല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പഠനങ്ങൾ നടക്കട്ടെ, ചർച്ചകളും ചിന്തകളും നടക്കട്ടെ. നിങ്ങൾ അനിയനുമായിട്ട് സംസാരിക്കുന്ന ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു.